എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ വേറൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സത്സംഗങ്ങളെല്ലാം ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ വിവിധ മാർഗങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട് നമുക്ക് ആധ്യാത്മികതയ്ക്ക്. ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ മാർഗങ്ങളെ തിരിച്ചറിയുക, സാധകർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ ലക്ഷ്യം. ഇന്ന് ആ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ പട്ടണത്തിലാണ്. നമുക്കറിയാം, ഒട്ടേറെ മഹാത്മാക്കളുടെ സാന്നിധ്യം ഉള്ള പട്ടണം തന്നെയാണ് കണ്ണൂർ ജില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിത്വവും അത്തരത്തിൽ ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഭാഗവും വിദേശത്തായിരുന്നു. ഇദ്ദേഹം ദുബായിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രമായ ഖലീജ ടൈംസിൽ വർക്ക് ചെയ്തിരുന്നതാണ് അദ്ദേഹം. പിന്നീട് ദുബായിലെ മലയാളി റേഡിയോയുടെ ആദ്യത്തെ സംഘാടകരിൽ ഒരാളായിരുന്നു. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ, 40-ലേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രചനയുടെ ഭാഗമാണ്. സൂഫിസത്തിൻ്റെ ഹൃദയം, സൂഫിസം, പ്രണയത്തിൻ്റെ വീഞ്ഞ് എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ചിലത് മാത്രമാണ്. സൂഫിസത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും എത്രത്തോളം സൂഫിസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. EM ഹാഷിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ആധ്യാത്മികത എന്ന് പറയുന്നത് പല മാർഗങ്ങളുണ്ട് ആധ്യാത്മികതയിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ. അതിൽ സൂഫിസം എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം തന്നെയാണ്. അപ്പം അങ്ങ് ഈ ഒരു പന്ഥാവിലേക്ക് എത്താൻ ഉണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ സാധകർക്ക് വേണ്ടിയിട്ട്? അങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അതിന് ഉത്തരം വേണമല്ലോ. എങ്ങനെ ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ എങ്ങനെയാണ് താമസിക്കാൻ എത്തിയത് എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവില്ല. ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം കാരണത്തിൻ്റെ മേലെ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാരണങ്ങളിലേക്ക് പോകും. ഇത് സംഭവിക്കാൻ കാരണം എന്താണ്? അപ്പോൾ ഈ കാരണമാണ് ശരിക്ക് ചിന്തയിൽ നിന്നാണ് വരുന്നത് കാരണം. അപ്പോൾ ഒരു കഥ പറയാം. ഒരു കപ്പൽ, ആളുകളെ നിറച്ച കപ്പൽ നടുക്കടലിലെത്തിയപ്പോൾ ഒരു കുട്ടി കടലിലേക്ക് വീണു. അപ്പോൾ ക്യാപ്റ്റൻ എങ്ങനെയാണ് ആ കുട്ടിയെ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മെലിഞ്ഞ ഒരാൾ ചാടി കുട്ടിയെ എടുത്തു. അപ്പോൾ ലൈഫ് ബോട്ട് ഇറക്കി കൊടുത്തു, മേലെ കൊണ്ടുവന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന് രാത്രി എൻ്റെ വക പാർട്ടിയുണ്ട് ഈ കുട്ടിയെ രക്ഷിച്ചതിൽ. അങ്ങനെ ഒരു പാർട്ടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചു ഈ മെലിഞ്ഞ മനുഷ്യനോട്, നിങ്ങൾ ഇത്ര ധൈര്യത്തിൽ എങ്ങനെയാണ് ചാടിയത് കടലിൽ, എന്നിട്ട് കുട്ടിയെ എടുത്തതെന്ന് വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്നെ തള്ളിയിട്ടവനെ നോക്കി നിൽക്കുകയാണ് എന്ന പോലെയാണ് എൻ്റെ സൂഫിസത്തിലേക്കുള്ള വരവ്. എനിക്കറിയില്ല ആരാ തള്ളിയിട്ടതെന്ന്. അതിന് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ കാരണങ്ങൾ ശരിക്കും ഇല്ല. എൻ്റെ കുടുംബം സൂഫിസത്തിനെതിരാണ്. അവർ പിന്നെ കഞ്ചാവ് വലിയന്മാരാണ്. അവരുടെ ഈ ധ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിതം മുഴുവൻ പോയിപ്പോവും എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ ആദികടലായിലാണ് ഞാൻ ജനിച്ചത്, കണ്ണൂരിലുള്ള ആദികടലായി. ഈ ആദികടലായിലുള്ള ഉപ്പാൻ്റെ തറവാട്ടിൽ ഒരാളുണ്ടായിരുന്നു, ഒരു വടികുത്തി നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം സൂഫിയാണെന്ന് കേട്ടിരുന്നു. പക്ഷേ നാട്ടുകാർ അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനായിട്ടല്ല കാണുന്നത്. അപ്പം ഞങ്ങൾ 10 പേരാണ്. മൂത്തതൊരു സഹോദരിയും 9 ആണുങ്ങളും. ഈ സഹോദരിയെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ദാനധർമ്മിഷ്ഠയാണ്. അപ്പോൾ ഞാനും അവരും കൂടി കടലായി സ്കൂളിൻ്റെ അതിലൂടെ നടക്കുമ്പോൾ ഈ മനുഷ്യൻ കണ്ടാൽ വിളിക്കും. ഞാൻ അടുത്ത് പോയി നിൽക്കും.
അപ്പോൾ എൻ്റെ മേലെ കൈവെക്കും. ഇത് പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജനിച്ചത്. കാരണം ഉപ്പ സുന്നി എന്നുള്ള ഒരു വകുപ്പിൽ നിന്ന് മാറിയിട്ട് ഒരു പുരോഗമന വകുപ്പ്, ഉപ്പ ഒരു പുരോഗമന പ്രസ്ഥാനം എന്നുള്ളതിൽ പോയതാണ്. അതിന് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്താക്കി, തറവാട്ടിൽ നിന്ന് പുറത്താക്കി, ഞങ്ങളെ പോറ്റാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടച്ച് ഉള്ളതല്ലാതെ പിന്നെ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പുസ്തക വായനയിലൂടെ ലഭിക്കുന്നതല്ലാതെ ഒരു ഗുരുവിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ശക്തി നൽകുക. കാരണം ദൈവം ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ ദൈവത്തെ കണ്ടിട്ടില്ല നമ്മൾ. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെക്കാളും മേലെ നിൽക്കുന്നത് ഉമ്മയാണ്. കണ്ടതല്ലേ, ഒരു കൺഫർമേഷൻ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് ഞങ്ങൾ വീട് വിൽക്കേണ്ടി വന്നു. ഉപ്പ വീട് എടുത്തത് കടം വാങ്ങിച്ചിട്ടാണ്. കാരണം ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ വീട് എടുത്തത് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കടം കൊടുത്ത ആൾക്കാർ ഉപ്പയോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പണ്ടത്തെ ആൾക്കാരെ അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് അത് വിറ്റു, സഹായത്തിനാണ് വിറ്റത്. 3 ഏക്കർ സ്ഥലം ഒരു വീടുണ്ട്. അത് വിറ്റിട്ട് ഞങ്ങൾ കണ്ണൂരിലേക്ക് വന്നു. കണ്ണൂർ സിറ്റിയിലാണ് ഉമ്മാൻ്റെ തറവാട്, എടപ്പകത്ത് എന്ന് പറയും, ഈ അഹമ്മദിൻ്റെ. അതാണ് ഞാൻ ഈ വന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടു നിന്നിട്ട്, ഈ പ്രസ്ഥാനത്തിലേക്ക് പോയതുകൊണ്ട് വിട്ടു നിന്നിട്ട് ഉപ്പ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ ഉപ്പയിലും എനിക്കൊരു ആത്മീയത കാണാൻ പറ്റിയിട്ടില്ല. ഉപ്പ മരിച്ചപ്പോൾ ഉപ്പാൻ്റേതായ ഒരു പുസ്തകം വായിച്ചതോ അല്ലെങ്കിൽ ഉപ്പാൻ്റേതായ എന്തെങ്കിലും കോൺട്രിബ്യൂഷനോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ മനുഷ്യൻ എന്തിനാണ് ഒരു റിബലായിട്ട് നിന്നതെന്നറിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ പറയാം, ഈ പഴയ തറവാടാണ് ഞങ്ങൾ വിലക്ക് വാങ്ങിച്ചത് ഇവിടെ കണ്ണൂർ. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ രാവിലെ സ്കൂളിൽ പോകാനും. ഞാൻ 7ാമത്തതാണ്. അപ്പോൾ ഞാൻ ചുമരും ചാരി ഇരുന്നിട്ട് മുന്നിലെ ചുമരിലേക്ക് നോക്കും ഭക്ഷണത്തിന് കാത്തു നിൽക്കുമ്പോൾ. അപ്പോൾ ഉമ്മ മൂത്ത ആൾക്ക് കൊടുത്തു, 2ാമത്തെ ആൾക്ക് കൊടുത്തു, ഞാനും വേറൊരാളും ഒന്നിച്ച് കഴിച്ചു. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഞാൻ മുന്നിലുള്ള ചുമരിലേക്ക് നോക്കി. ചുമരിലേക്ക് നോക്കുമ്പോൾ ഉറുമ്പുകൾ മേലോട്ടിങ്ങനെ പോകുന്നുണ്ട്, നിരനിരയായി പോകുന്നു. അതിൽ നിന്ന് തന്നെ ഇടത്തോട്ടോ വലതോട്ടോ 2-3 ഉറുമ്പുകൾ നീങ്ങിപ്പോകും. അപ്പോൾ എൻ്റെ ശ്രദ്ധ ആ വലിയ കൂട്ടത്തോടല്ല, ഈ ചെറിയ ഉറുമ്പുകൾക്ക് എന്ത് പറ്റുന്നു, അത് ചിലപ്പോൾ വീണ് പോകും. അപ്പോൾ എന്തിനാണ് ഇവർ ഈ ക്യൂവിലല്ലാതെ വേറിട്ട് നിന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് എന്നാലോചിച്ചിട്ടുണ്ട്. ഇതാരും അറിയില്ല. അപ്പോൾ ആ ഉറുമ്പുകളിൽ നിന്ന് ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ SLC പേപ്പർ എഴുതിയിട്ട് ഞാൻ നാട് വിടുകയാണ് ചെയ്തത്. കാരണം ഉപ്പാൻ്റെ കഷ്ടം കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ആദ്യം ചെന്നൈയിലാണ് പോകുന്നത്. ചെന്നൈയിൽ പോയി, ചെന്നൈയിൽ നിന്നാണ് ഒരു ആദ്യത്തെ സൂഫിയെ കാണുന്നത്. ഞാനൊരു മരക്കമ്പനിയിലാണ് ജോലി ചെയ്തത്. അത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ക്രോസ് ചെയ്തിട്ട് അടുത്ത് പോയപ്പോൾ ഒരാൾ ഈ നമ്മളുടെ കൈവണ്ടിയിലുള്ള ചായക്കടയില്ലേ, കൈവണ്ടിയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശപ്പുണ്ട് നല്ല. ഞാൻ ഇവിടുന്ന് ആരും അറിയാതെയാണ് നാട് വിട്ട്, ഒരാളും അറിയില്ല. മദ്രാസ് മെയിലിന് വിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്ര ധൈര്യമില്ലാന്ന് തോന്നുന്നു. കാലം മായ്ച്ചു കളഞ്ഞതില്ല അതൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അയാൾ ഇഡ്ഡലിയും ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, അത് കൈവണ്ടിയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാൻ അടുത്ത് നിന്നപ്പോൾ അയാൾ ചോദിച്ചു, നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഇഡ്ഡലിയും വടയൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയും ലക്ഷ്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ കൂടെ അരുമ്പാക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ചെന്നൈ മധുര റോഡിലുള്ള പൂന്തമല്ലി ഹൈ റോഡുണ്ട്, അതിൻ്റെ എൻഡിലുണ്ട് ഈ അരുമ്പാക്കം എന്ന് പറയുന്ന ഗ്രാമം. അയാളുടെ ഒന്നിച്ച് അവിടെ കൂടി, അയാളുടെ ഒരു ചെറിയ ചാളയായിരുന്നു, അവിടെ കൂടി അയാളൊന്നിച്ച് കൂടി. അയാൾ എനിക്ക് ഒരു മരക്കമ്പനിയിൽ ജോലി വാങ്ങിച്ചു തന്നു. വളരെ ചെറുതാണ്, ഇപ്പോൾ 10-14 വയസ്സേ. മരക്കമ്പനിയിൽ ജോലി വാങ്ങിച്ചു തന്നിട്ട് അതൊരു ആന്ധ്രക്കാരൻ്റെതാണ്. അപ്പോൾ ഈ മരത്തെപ്പറ്റിയൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. അയാളവിടെ ഇരുത്തി. അപ്പോൾ എൻ്റെ പേര് ഹാഷിം എന്ന്, ഈ ഷാ തമിഴന്മാർക്ക് ഉപയോഗിക്കാൻ അറിയില്ല.
ഷാ അക്ഷരം ഉണ്ട്, പക്ഷേ ഉപയോഗിക്കാനറിയില്ല. അപ്പോൾ എൻ്റെ പേരിട്ട് ബാബു. ബാബു. അപ്പോൾ അവിടെ ഞാൻ ബാബു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ മര കമ്പനിയുടെ അകത്ത് തന്നെയാണ് കിടത്തം, വേറെ പ്രത്യേകിച്ച് റൂമൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്നിട്ട് ഈ കേഷ്യർ ഇരിക്കുന്ന മേശയുടെ അവിടെ ഇരുന്നിട്ട് വാതിൽ തുറന്നിടും. വാതിലുണ്ടാവുമല്ലോ, വാതിൽ തുറന്നിട്ട് മേലോട്ട് നോക്കുമ്പോൾ 2-3 നക്ഷത്രങ്ങൾ കാണും. ഇന്നും എൻ്റെ കൂടെ ആ നക്ഷത്രം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ നക്ഷത്രത്തിന് നോക്കി വീട്ടിലേക്ക് അറിയിക്കണോ, പെങ്ങൾ വിഷമിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കും. പക്ഷേ ധൈര്യപൂർവ്വം അവിടെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് വേൾഡ് ട്രേഡ് ഫെയർ വന്നു ഈ ഞാൻ താമസിക്കുന്നതിൻ്റെ ബാക്കിൽ അണ്ണാനഗറിൽ. അപ്പോൾ നാടൊന്ന് ഉണർന്നു. അപ്പോൾ അവിടത്തേക്ക് കുറേ മരങ്ങൾ വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് ഓർഡർ പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡർ പിടിച്ച് വന്നപ്പം എനിക്ക് ഒരു വീട് തന്നു, സ്വന്തമായിട്ട് ചെറിയൊരു വീട്. ആ ചെറിയ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെ ചാളകളുണ്ടാവും, കുറേ ചാളകൾ. അവിടുത്തെ കുട്ടികളൊക്കെ വരും, സഹായിക്കും. ഒന്നും ഇതായിട്ടുള്ള ചെരുപ്പ് പോലും ഇല്ല, ഡ്രസ്സില്ല, ഒന്നുമില്ലാത്ത കുട്ടികളെ വരിക. അപ്പോൾ അവരായിട്ട് ഞാനിങ്ങനെ കളിക്കുകയും സംവദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിലൊരു കുട്ടി, ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചൊരു ചോദ്യം ഓർമ്മയുണ്ട്. ഇവർ തമ്മിൽ ബെറ്റ് വെച്ചു. ഒരു 4 കുട്ടികളുണ്ട്, അതിലൊരു പെൺകുട്ടിയുണ്ട്, ലക്ഷ്മി. അപ്പോൾ അവർ തമ്മിൽ ബെറ്റ് വെച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ആകാശം ഉണ്ടോ ഇല്ലേ, ആലോചിച്ച് നോക്കണം. വിദ്യാഭ്യാസമില്ല, ഒരു 10-12 വയസ്സുള്ള ചെറിയ കുട്ടികൾ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ആകാശം ഇല്ലയെന്ന്. അന്ന് എനിക്ക് ആകാശം ഇല്ല എന്നുള്ളത് അറിയില്ല, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾ എൻ്റെ മധ്യസ്ഥത്തിന് വന്നു. ലക്ഷ്മി ആദ്യം വന്നിട്ട് പറഞ്ഞു ആകാശം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടികൾ പറയുന്ന ആകാശം ഉണ്ട് എന്ന്, സാറ് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയെ വിഷമിപ്പിക്കാതിരിക്കാൻ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കുട്ടിയാണ്, കാരണം അവൾ വലിയ ക്വസ്റ്റ്യൻ വെച്ചാൽ ചോദിക്കാം. അപ്പോൾ അവളെ പിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആകാശം ഇല്ല. അപ്പോൾ ഇവൾ പറയാൻ ഞാൻ ജയിച്ചു, ആകാശം ഇല്ല എന്നത്. പിന്നീട് സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ആകാശം എന്ന് പറയുന്നത് മിഥ്യയാണ്. അത് ആ കുട്ടിയാണ് കരുതിട്ട് ഒരു ദിവസം ഒരു ആൾ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, താടിയൊക്കെ വെച്ചിട്ട് ഒരു പച്ച ജുബ്ബ ഇട്ട് പിന്നെ മുടിയൊക്കെ വലുതായിട്ട് കെട്ടി ഞാൻ അതുവരെ കാണാത്ത ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വന്നു, കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാളുടെ സഞ്ചിയൊക്കെ അവിടെ വെച്ചിട്ട് ഈ കുട്ടികളൊന്നിച്ച് കളിച്ചു, വൈകുന്നേരം കളിച്ചു. എന്നിട്ട് ധൈര്യത്തിൽ എൻ്റെ വീടിൻ്റെ വീടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീടൊന്നുമല്ല, ഒറ്റയാൾ താമസിക്കുന്ന ഒരു ചെറിയ റൂമാണ്. പുറത്ത് ഇയാൾ കിടന്നുറങ്ങി. ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി അയാളെ വിളിച്ച് കഞ്ഞി വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കഞ്ഞി വേണമെന്ന് പറഞ്ഞ് കഞ്ഞി വെച്ചു. അപ്പോൾ ഉറുദുവാണ് സംസാരിക്കുന്നത്, എനിക്കന്ന് ഉറുദു അറിയില്ല. അപ്പോൾ അദ്ദേഹം 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 4-ാം ദിവസം ഞാൻ രാവിലത്തെ ചായയായിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആളില്ല. അപ്പോൾ ഒരു സ്ത്രീ ഓടി വന്നിട്ട് അവരുടെ മകനെയും കാണുന്നില്ല. അപ്പോൾ മകൻ ഇയാളൊന്നിച്ച് പോയിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇയാളൊരു സൂഫിയാണെന്ന്. അപ്പോൾ അയാൾ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ വളരെ ആകർഷണീയമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ദിക്ർ എന്ന് പറഞ്ഞാൽ മന്ത്രം ചൊല്ലിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പോയി. ഞാൻ പിന്നെ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് വിട്ടു, ഈ അരുമ്പാക്കത്ത് നിന്ന് വിട്ടു, ബോംബെയിലേക്ക് പോയി.
ബോംബെയിലേക്ക് പോകുമ്പോൾ എനിക്കാരും അറിയുന്ന ആരുമില്ല. അങ്ങനെ ബോംബെയിൽ ഒരു ഇവിടുത്തെ അയാളിപ്പം മരിച്ചുപോയി. അയാളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നത്. ഞാൻ ആ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി. അങ്ങനെ അയാളൊന്നിച്ച് ഞാൻ താമസമായിട്ട് ഒരു ദിവസം ഈ ചാറുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. ഒരു ദിവസം ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഖവാലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആകർഷണം തോന്നി. ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പം വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഞാൻ കാണാത്തൊരു സമ്പ്രദായമാണ്. അവിടെ ഒരു ഖബറുണ്ട്. ഖബറിൽ ആൾക്കാർ വന്നിട്ട് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, ഇവർ വന്നിട്ട് പാട്ട് പാടുന്നു. അപ്പോൾ അതൊരു വ്യത്യസ്തമായ ഞാൻ കാണാത്തൊരു സംഭവമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഇടത്താവളങ്ങളിൽ നിന്നുള്ള എൻ്റെ ആത്മകഥാപരമായ നോവലുണ്ട്. പക്ഷെ ആരും അത്രയധികം ആൾ വായിച്ചു കാണില്ലല്ലോ. അപ്പോൾ ഇയാൾ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യക്ക് ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഈ അബ്ദുറഹ്മാൻ ബാബ എന്നാ പറയുക, അബ്ദുറഹ്മാൻ ബാബ ദർഗയുടെ അതിലെ പോകുമ്പോൾ അയാൾ എൻ്റെ ചുമലിൽ തൊട്ടു. ഒരു നല്ല സുന്ദരൻ, വെള്ള ജുബയും വെള്ള ഇതൊക്കെ ഇട്ടിട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നീണ്ട മുടിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തുന്ന കണ്ണുകളായിരുന്നു. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു ചെല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചെല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നിച്ച് പോകാമെന്നാണ് അർത്ഥം. അപ്പം ഇയാളൊന്നിച്ച് പോയപ്പോൾ ഇയാൾ എന്നെ അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ചെറിയൊരു റൂം, അവിടെ ഇരുന്നിട്ട് ഇയാൾ ധ്യാനിച്ചു. എനിക്ക് ധ്യാനം അറിയില്ല, ധ്യാനം പഠിച്ചത് വളരെ കഴിഞ്ഞിട്ടാണ്. പഠിച്ചതല്ല, ഒറിജിനലായിട്ട് പഠിക്കാനില്ലല്ലോ ധ്യാനം, നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ നമുക്ക് ഖവാലി കേൾക്കാൻ പോകണം എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷമായി. അങ്ങനെ ആദ്യമായിട്ട് ബോംബെയിലുള്ള ഒരു പ്രശസ്തനായ ഖവാലി ഗായകൻ്റെ ഖവാലി കേൾക്കാൻ പോയി. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ പോകുമ്പോൾ അവിടെ രാത്രി അടച്ചിടും. ഈ നമ്മളുടെ ഈ ട്രാവൽ ഏജൻസിൻ്റെ അയാൾ തന്നെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. 3-4 ആൾക്കാർ തറയിൽ കിടന്നിട്ടാണ്. അപ്പോൾ അവിടെ ആളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇയാളുടെ റൂമിൽ തന്നെ കിടന്നു. ഞാൻ നല്ലോണം ഉറങ്ങി. ആ പാട്ടിൻ്റെ ഇതിലൊക്കെ നല്ലോണം ഉറങ്ങി. രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ നെഞ്ഞിൻ്റെ മേലെ ഒരു മോതിരം വെച്ചിട്ടുണ്ട്, ഒരു നീലക്കല്ലുള്ള മോതിരം. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആൾക്കാർ ഈ മോതിരം കണ്ടിട്ട് വേറെ എന്തെങ്കിലും വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഊരി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷോ എനിക്കിഷ്ടമില്ല. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ഇല്ല, നെഞ്ചിൻ്റെ മേലെ ഈ മോതിരം വെച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ പുറത്തിറങ്ങി നടന്നിട്ട് ഈ എൻ്റെ പഴയ റൂമിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങളിലൂടെ വന്നിട്ട് ഞാൻ ബോംബെ വിട്ടു. ബോംബെയിൽ നിന്ന് പിന്നെ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ നിന്ന് വീണ്ടും ബോംബെയിൽ വന്നു. പിന്നെ ബോംബെയിൽ നിന്ന് കപ്പൽ കയറി ഗൾഫിലേക്ക് പോയി. 6 ദിവസം പിടിച്ചു ബോംബെ ടു ഇവിടെ പോവാൻ. അവസാനത്തെ കപ്പലായിരുന്നു ദുമ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴും എനിക്ക് മനസ്സിൽ ഇദ്ദേഹം 2 പേര് തന്ന ഒരു വൈബ്രേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു സംഗതി, ഒരു ചലനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ആദ്യത്തെ ന്യൂസ് പേപ്പറിൽ, അപ്പോൾ എനിക്ക് പത്രത്തെക്കുറിച്ച് അത്ര ഇതൊന്നും അറിയില്ല. പിന്നെ ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ മരക്കമ്പനിയുടെ തൊട്ടടുത്ത് എന്നെ മരം വാങ്ങിച്ച് ആളെടുത്ത് കാശ് വാങ്ങാൻ വേണ്ടി അയച്ചു, ബില്ല് തന്നിട്ട്.
അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം പിന്നെ പച്ചപ്പാസ് കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് കോളേജുണ്ട് അവിടെ. പച്ചപ്പാസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അതെനിക്കറിയില്ല, ഞാൻ കാശിനി ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്ത് വന്നിട്ട് കോഫി സാപ്പിടുறீங்களாന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നമ്മളെ സ്റ്റീൽ ഗ്ലാസ്സിൽ കാപ്പി തന്നു. കാപ്പി തന്നിട്ട് പറഞ്ഞാൽ അത് കുടിച്ചിട്ട് പാത്രം ഒരു സ്ഥലത്ത് വെച്ചോളൂ, കാരണം എന്നെ വീട്ടിൽ കയറ്റില്ല, ബ്രാഹ്മണന്മാരല്ലേ. മാത്രമല്ല ഞാൻ ആരാണെന്ന് അറിയില്ല, ബാബു എന്നല്ല പേരുള്ളത്. അതൊരു അനുഗ്രഹമായി, ബാബു എന്നുള്ള പേര്. അങ്ങനെ ഈ ഗ്ലാസ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിറ്റേന്ന് വന്നിട്ട് കുടിച്ചോന്ന് പറഞ്ഞു. പിറ്റേന്ന് പിന്നെ ഇഡ്ഡലിയും തന്നു. ഞാൻ വിചാരിച്ചു ഇവരെന്തിനാ എന്നെ അറിയാത്ത എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ഞാൻ ഈ മരക്കമ്പനിയിൽ വന്നിട്ട് രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വർക്കറുണ്ട്, അവനോട് ചോദിച്ചു അവരെന്തിനാണ് എന്നെ ഇങ്ങനെ. അപ്പോൾ അവർക്ക് മക്കളില്ല എന്ന്. അദ്ദേഹം എന്നോട് ചോദിച്ചു നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു SSLC പഠിച്ച് പാസ്സാകുന്നതിന് മുമ്പേ, റിസൾട്ട് അറിയുന്നതിന് മുമ്പേ ഞാൻ നാട് വിട്ടതാണ്. അപ്പോൾ നീ പഠിച്ചോളൂ എന്ന്. പുള്ളിയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. പുള്ളി അങ്ങനെ ഹിന്ദു വായിപ്പിക്കും, ദിനമണി എന്ന് പറഞ്ഞിട്ടൊരു പത്രമുണ്ട്, അത് വായിപ്പിക്കും. ചെന്നൈയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ദിനമണി, ദിനതന്തി, അങ്ങനെ 2 പത്രമുണ്ട്. ദിനതന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുണ്ട്, സാധാരണ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു പത്രം ഉണ്ടാവില്ല. സാധാ മലയാളത്തിൽ തമിഴിലെ ഇത്, അത് വെച്ചിട്ടാണ് ഞാൻ തമിഴ് പഠിക്കുന്നത്. ദിനമണിയാണ് ഇദ്ദേഹം വായിക്കുക. അപ്പോൾ ദിനതന്തിയും ദിനമണിയും തമ്മിലുള്ളൊരു മാറ്റം പറഞ്ഞാൽ, ദിനതന്തിയിൽ രാഷ്ട്രപതി എന്നുള്ളതിന് ജനാധിപതി എന്ന് എഴുതുക, പ്യൂർ തമിഴ്. ഈ ദിനമണിയിൽ രാഷ്ട്രപതി എന്ന് തന്നെ എഴുതും. അപ്പോൾ മറ്റവർ സംസ്കൃതത്തിന് ഭയങ്കര ഇതരല്ലേ, ദ്രാവിഡന്മാരല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചു. ഇദ്ദേഹം എന്നോട് 5 മണിക്ക് ശേഷം കോളേജിൽ പോകാൻ പറയും. അപ്പോൾ കോളേജെല്ലാം വിട്ട് കാണും, ഇദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ പഠിച്ചു. ഹിന്ദു വായിച്ചു. ഹിന്ദുവിലെ എഡിറ്റോറിയൽ എഴുതിയെടുക്കാൻ പറയും, എഴുതിയെടുത്തു. ഇവരൊക്കെ ചുരുക്കം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് പറയാനുള്ളത്, എന്നെ ആളുകൾ കുറേ അധികം സ്നേഹിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ശ്രീ M പോലും ഫോട്ടോ ഉണ്ട് അവിടെ. അപ്പോൾ സ്നേഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ അത് അന്വേഷിക്കാൻ പോയിട്ടുമില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ബോംബെയിൽ നിന്ന് കപ്പൽ കയറിയിട്ട് ദുബായിലെത്തി. ദുബായ് ഒരു വലിയ നഗരം, ഭയങ്കരമായ നഗരം. അവിടെ 40 വർഷം, ന്യൂസ് പേപ്പറിൽ ഒരു 18 വർഷം. അവിടെ നിന്ന് വിട്ടിട്ട് വേൾഡ് ട്രേഡ് എക്സിബിഷനിൽ ഒരു 10-15 വർഷം. പിന്നെ വീണ്ടും മിക്കി മാഗസീനില്ലേ, വാൾട്ട് ഡിസ്നിയുടെ മിക്കി മാഗസീൻ, അത് തുടങ്ങിയപ്പോൾ അതിലേക്ക് പോയി. പിന്നെ മടുത്തു, ഇങ്ങോട്ട് വന്നു. ഇടയിൽ ഞാനിവിടെ എനിക്കൊരു സ്നേഹിതനുണ്ട്, സുകുമാരൻ എന്ന് പറഞ്ഞിട്ട്, അടുത്തില്ല, പഴങ്ങാടിയിൽ. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു. എങ്ങനെയോ പരിചയപ്പെട്ടു അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോടാണ് ഞാൻ ചോദ്യം ചോദിക്കുക, എന്താണ് ഈ ആത്മീയത എന്താണെന്നൊക്കെ. അങ്ങനെ അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, പരമഹംസ യോഗാനന്ദയുടെ തരുന്നത്. അത് വായിച്ചപ്പോൾ അതിൽ അത്ഭുതം തോന്നി. കാരണം ഒരേ ആളെ 2 സ്ഥലത്ത് കാണുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുക. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വഴികാട്ടി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നു, ഞങ്ങൾ
ഞായറാഴ്ചകളിൽ വീട്ടിൽ വരും, ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ഒരു മോശം ഒരു ആധ്യാത്മികക്കാരൻ ചോദിക്കേണ്ട ചോദ്യം എല്ലാം ചോദിക്കുക. ഇതെന്തിനാണ്, വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ ചോദിക്കും. അദ്ദേഹത്തിന് അറിയുന്ന ഇത് തരും. അപ്പം ഞാൻ ഇവിടുന്ന് ന്യൂസ് പേപ്പറിൽ ജോലി ചെയ്യുമ്പം മംഗലാപുരത്ത് നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റിന് പോകും. ബോംബെയിൽ ഞങ്ങൾക്കൊരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഇത് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ദുബൈയിലേക്ക് പോകും. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും. അവരുടെ ഇതുകൾ എഴുതി ഇതിട്ട് മാനേജ്മെൻറ്റിൽ കൊടുക്കും. മാനേജ്മെൻറ്റ് അവർക്ക് പൈസ അയച്ചു കൊടുക്കും. പോകുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ചർച്ച് ഗേറ്റും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പഴയ പുസ്തകങ്ങൾ വാങ്ങിക്കും. 25 രൂപക്കൊക്കെ 300-400 രൂപയുടെ ബുക്കൊക്കെ 25 രൂപ 10 രൂപക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടാണ് പോക്ക്. അത് ഈ സുകുമാരൻ അറിയാം. സുകുമാരൻ എന്നോട് പറഞ്ഞു, കണ്ണൂരിലൊരു ബുക്ക് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ബുക്ക് ഷോപ്പ്. ഇനിയിപ്പം ബോംബെയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്തുള്ള അതിൽ ബുക്ക് ഷോപ്പ് എന്നിട്ടൊന്നുണ്ട്. അത് തുറന്നതേ ഉള്ളൂ. ഇവിടെ വെച്ചാൽ നിനക്ക് ചേഞ്ച് വരുന്നത്. അവിടെ ഞാൻ അകത്ത് കയറുമ്പോൾ ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണാടി ഇതിൽ ന്യൂ അറൈവൽസ് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഷോയുടെ ആത്മകഥ വന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അതൊരു സാമ്പിളല്ല അവിടെ വെച്ച്. അപ്പോൾ ഞാനിങ്ങനെ ബുക്കൊക്കെ നോക്കി, ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ബുക്കുണ്ട്, അതൊക്കെ നോക്കി. താഴത്തൊരു ബുക്ക് ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുസ്തകം വേണ്ടുന്ന ആൾ ഇതിൻ്റെ ബുക്കിൻ്റെ പേര് മനസ്സിലാവില്ലല്ലോ. എന്നിട്ട് അവരുടെ അനുവാദം കൂടാതെ അളമാര തന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എ സൂഫി മാസ്റ്റർ ആൻസേഴ്സ് എന്നുള്ളൊരു പുസ്തകം, എലിസബത്ത് കീലിംഗ് എന്നിട്ടൊരു ജർമ്മൻകാരി എഴുതിയത്. അത് ഞാനെടുത്തു. ഓഷോയുടെ ബയോഗ്രഫി എടുത്തു, ജിദ്ദു കൃഷ്ണമൂർത്തി എടുത്ത് ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് അവരോട് പറഞ്ഞ് കണക്ക് കൂട്ടി എത്ര പൈസ നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഈ പുസ്തകം ഞങ്ങളുടേതല്ല, വളരെ പഴയത്, ഒരു 100 കൊല്ലമാറ്റം ഉള്ള വളരെ പൊട്ടിപ്പൊളിഞ്ഞ പുസ്തകമാണ് സൂഫിയുടെ. എ സൂഫി മാസ്റ്റർ ആൻസേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കയ്യിലെടുത്തു, കാശ് കൊടുത്തു. 25 രൂപയായിട്ട് അവർ വാങ്ങിച്ചത്. അത് വാങ്ങി ഞാൻ ആ പുസ്തകമൊക്കെ ആയിട്ട് ദുബൈയിലേക്ക് തിരിച്ചു പോകാൻ 2 ദിവസമേ ഉള്ളൂ. ഓട്ടോറിക്ഷയിൽ നമ്മൾ പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ മറിച്ച് നോക്കില്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ പുസ്തകം മറിച്ച് നോക്കില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ മറിച്ച് നോക്കിയിട്ട് ഒരു വരി 2 വരി എന്നെ ഭയങ്കര ഹിറ്റ് ചെയ്തു. അതെന്താണെന്ന് പറഞ്ഞാൽ, വെൻ യു ആർ ഇൻ സൈലൻസ് ഇറ്റ് സ്പീക്സ്, വെൻ യു സ്പീക്ക് ഇറ്റ് ഈസ് ഡം. എപ്പോഴാണോ നിങ്ങൾ മൗനത്തിലാവുന്നത് അപ്പോൾ അത് സംസാരിക്കുന്നു, എപ്പോൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ അത് മൗനത്തിലാവുന്നു. അപ്പോൾ ഈ ഇറ്റ് അത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അവിടെ ദൈവമെന്നോ അല്ലാന്നോ ഈമാന്നോ ഒരു ചുക്കും പറഞ്ഞിട്ടില്ല, ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ നേരെ വീട്ടിൽ പോയി ഇവരോട് നമ്മളെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ മേലെ പോയി ഇരുന്നിട്ട് കുറച്ച് വായിക്കട്ടെ, വെള്ളം കൊണ്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മേലെ പോയി അവിടെ പോയി ഇത് വായന തുടങ്ങിയപ്പം ഭയങ്കരമായ ആകർഷണം. അതായത് മൗനത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ, എനിക്ക് മൗനം എന്താണെന്ന് അറിഞ്ഞുകൂടാ. മൗനത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ, പിന്നെ ജീവിതത്തെപ്പറ്റി മൊത്തം പറയുന്ന കാര്യങ്ങൾ, മതമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല ആത്മീയതക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഞാൻ പണ്ടേ മത അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം 14-ാമത്തെ വയസ്സ് വിട്ടേരെ എൻ്റേതായ ഇത്. പക്ഷേ അതേ സമയം അന്ന് വരെ ധ്യാനമോ കാര്യങ്ങളൊന്നുമില്ല.
ഈ പുസ്തകം വായിച്ചു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ദുബൈയിലേക്ക് പോയി. ജോലി മാറിയത് കൊണ്ടാണ്, വിസ മാറ്റാനാണ് വന്നത്. ന്യൂസ് പേപ്പർ വിട്ടിട്ട് വേൾഡ് ട്രേഡ് എക്സിബിഷനിലേക്ക് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു ക്യാബിനുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, പുതിയ അന്തരീക്ഷം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ണും അടച്ചിട്ട് www.sufism.com അടിച്ചു. നിരവധി വന്നു. ആ നിരവധി വന്നതിൽ കുറേ ആൾക്കാരുടെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ അടിയിൽ, ഇമെയിൽ. ഇവർക്കൊക്കെ ഇമെയിൽ അയച്ചു, ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് സൂഫിസം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊരു അമേരിക്കക്കാരൻ്റെ മറുപടി വന്നു. ഹോളണ്ടിലൊരു മുഹമ്മദ് സിറാജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാളെ കോൺടാക്റ്റ് ചെയ്യും, അയാൾക്കൊരു ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട്, അതിൽ മെമ്പറായ മനസ്സിലാവുന്നു. അങ്ങനെ ഞാൻ അതിൽ അടിച്ചു, പുള്ളിക്കൊരു മെയിൽ അയച്ചു. പുള്ളി മറുപടി, രാത്രി സമയ വ്യത്യാസം ഉണ്ടല്ലോ, രാത്രി മറുപടി വന്നു, യു ക്യാൻ ജോയിൻ വിത്ത് അവർ ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചേർന്നു. അവിടെയാണ് ഒന്ന് വികസിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ മഹാന്മാർ, ഇസ്രായേലിൽ നിന്നുണ്ട് ആൾക്കാർ, ലണ്ടൻ ലൈബ്രറിയുടെ ലൈബ്രറിയൻ, ഇവരൊക്കെയാണുള്ളത്. ബുദ്ധമതക്കാരും എല്ലാം ഉണ്ട്. ഒരു അമേരിക്കൻ ബുദ്ധമതക്കാരൻ്റെ ഒരു വലിയ പുസ്തകമുണ്ട്, ഇന്നർ പാലസ് എന്ന് പറഞ്ഞിട്ട്. അത് അദ്ദേഹം ഫ്രീ ആയിട്ട് അയച്ചു തന്നിരുന്നു. ഇങ്ങനെ ഞാൻ അതിലേക്ക് ഒഴുകിയപ്പോൾ കവാലികളെക്കുറിച്ച് മനസ്സിലായി, ഇന്ത്യൻ സൂഫിസം മനസ്സിലായെന്ന് പറയുന്ന ഡിസ്കഷൻ. അതിലെന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഇന്ത്യക്കാരതും അവരോടും തമ്മിലെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗുരു എന്നൊക്കെ പറയുന്ന ആൾ അവിടെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അവരെ ഭയങ്കര സദ്ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരതൊന്നുമല്ല, അവർ ഡയറക്റ്റ് പേര് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഈ മുഹമ്മദ് സിറാജ് എന്നുള്ള അയാൾ ഹോളണ്ടുകാരനാണ്, സൂഫി നെയ്മാണ്. നമ്മളുടെ നിത്യചൈതന്യയുടെ പേര് ജയചന്ദ്രൻ എന്നായിരുന്നില്ലേ, അത് മാറിയപ്പോൾ അങ്ങനെ സൂഫിസത്തിന് മാറ്റും, ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ അദ്ദേഹം എനിക്ക് നേരിട്ട് മെയിലുകൾ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുഭായി എന്നൊക്കെ പറയുന്നില്ലേ, ഒരു ഗുരുവിൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന ആൾക്കാരെ ഗുരുഭായി എന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ രജത് കുമാർ ഡൽഹിയിൽ നിന്ന് ഈ ഇതിലേക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വന്നു. അപ്പോൾ അയാളുടെ അഡ്രസ്സ് രജത് DEL ഡെൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഡൽഹിക്കാരനാണ്. അപ്പോൾ ഇയാളുടെ പ്രൈവറ്റ് മെയിൽ ID എടുത്തിട്ട് അപ്പോൾ ഇദ്ദേഹം ഈ ഡിസ്കഷനിൽ എഴുതും, മൈ സ്പിരിച്വൽ ഗൈഡ് ടോൾഡ് മീ യെസ്റ്റർഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പോൾ ഞാൻ ഇയാളുടെ മെയിലിൽ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ഉള്ളിലൊരു ആദി വന്നു, ഒരാളെ കാണണം, അതിൽ നിന്ന് അറിയണം, നേരിട്ടറിയണം, ഈ ഡിസ്കഷനിൽ നിന്നല്ലാതെ അറിയണം എന്നുള്ളൊരു ആദി വന്നു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഡൽഹിയിലാണ്, എൻ്റെ ഗുരു അഫ്താബ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു സൂഫി ഗുരുവാണ്. ഞാനപ്പോൾ ചോദിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ദുബായ്, ഡൽഹി, കാലിക്കറ്റ് ടിക്കറ്റ് എടുത്തോളാം, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കട്ടെ എന്ന്. തിരിച്ച് മറുപടി വന്നു, കണ്ടിട്ടെന്താ ഫലം എന്നാ മറുപടി വന്നു. അപ്പോൾ കുറച്ച് ടഫാന്ന് മനസ്സിലായി. ഞാൻ വിട്ടില്ല. ഞാൻ ഇവിടുന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചു പോവാണ്, ടിക്കറ്റ് മാറ്റാൻ പറ്റും, കാലിക്കറ്റ് ഡൽഹി, അന്ന് കണ്ണൂർ എയർപോർട്ടില്ല, കാലിക്കറ്റ് ഡൽഹിയിലൊക്കെ മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു, ഇല്ല അദ്ദേഹം കാണാൻ പറ്റുമെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി അടുത്ത വർഷം വരുമ്പോൾ വീണ്ടും ചോദിച്ചു, കാണാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറയാൻ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായ്, ഡൽഹിയിൽ ഡിസംബർ മാസമാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ഡൽഹിയിലെത്തി, എയർപോർട്ടിലെത്തി, ഇയാളെ വിളിച്ചു. രജത് കുമാർ വന്നു, ഒരു 6 അടി പൊക്കവും നല്ല ഒരു 100 കിലോ ഉള്ള ഒരു മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിരുന്ന ശരിയായ ഒരു സൂഫി. അദ്ദേഹം എയർപോർട്ടിൽ വന്നു. ഞാനും അദ്ദേഹം കൂടി ഈ അഫ്താബ് അഹമ്മദിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഗല്ലിയിൽ വളരെ നായ്ക്കളും ഈ അതിരാവിലെയാണല്ലോ, അപ്പം തിണ്ണയിലൊക്കെ ആൾക്കാരിങ്ങനെ ഉറങ്ങുന്ന ആ ഒരു ഇത് സങ്കല്പിച്ചോളൂ. അത് കഴിഞ്ഞിട്ടൊരു പഴയ ബിൽഡിങ്ങാണ്. ഞാൻ എൻ്റെ മേലെ കയറി, ഇദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് കയറി, വാതിലിന് ഒരു പ്രാവശ്യം മുട്ടി, തുറന്നില്ല. അപ്പം ഞാൻ രണ്ടാമത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ
മുട്ട് കേട്ടിട്ട് നായ ഭയങ്കര കുരച്ചു. അപ്പോൾ നായ എനിക്ക് ഭയങ്കര പേടിയാണ്. നായ കുരച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കോട്ട് പോയി. അപ്പം ഇല്ല, സാറും നായയും മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു. അത് തുറന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഇപ്പം എൻ്റെ ക്ലോസ് ആണ്, പക്ഷെ അന്നത്തെ അവസ്ഥയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് ടോർച്ച് പോലെ ഇങ്ങനെ ഉന്തി നിൽക്കും, മെഡിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അദ്ദേഹം വന്ന് തുറന്നിട്ട് നിങ്ങളെന്തിനാണ് എന്നെ കാണുന്നതെന്ന് ചോദിച്ചു. ഉറുദുവിലാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഉറുദുവിലും ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ തറയിലിരിക്കുകയായിരുന്നു. എന്നൊരു നായയുണ്ട്. ഞാൻ പറഞ്ഞു നായ എനിക്ക് ഭയമെന്ന് പറഞ്ഞപ്പോൾ നായ ഉള്ളിലാക്കി. അപ്പോൾ മൂപ്പരിങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, തറയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് വേറൊരു ഗസ്റ്റ് വരുന്നുണ്ട് നിങ്ങളുടെ ഈ സംവാദ ഇതിലെ ഡിസ്കഷൻ ഗ്രൂപ്പിലെ, ഒരു ഫരിസ്ത എന്ന് പറഞ്ഞൊരു സ്ത്രീയില്ലേ. അപ്പോൾ ഫരിസ്തയും ഞാനായിട്ട് നല്ല പരിചയമാണ്. കാരണം എൻ്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുമ്പോൾ ഒരു ബലഹീനമായ ചോദ്യമാണെങ്കിൽ ഇവരാണ് എന്നെ രക്ഷിക്കുക. ആശയം ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു റൊമാൻറ്റിക് ഇതും കൂടി വന്നിട്ടുണ്ട് അവർ. അപ്പോൾ അവർ വാഷിങ്ടൺ പോസ്റ്റിലെ ഫോട്ടോഗ്രാഫറാണ്. ആദ്യത്തെ അവരുടെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അതിലേക്കാണ് പോയത്. പിന്നെയാണ് സൂഫിസത്തിൽ വരുന്നത്. അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു, അമേരിക്കൻ. അപ്പോൾ ഞാനവിടെ ഇരുന്നു. രജത് കുമാർ അവരെ എയർപോർട്ടിൽ കൂട്ടാൻ പോയി. അവർ വന്നു ഇങ്ങനെ ഡിസ്കഷൻ നടക്കുകയാണ്. ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ അഫ്താബ് അഹമ്മദിനെ കുറിച്ച് കൂടുതൽ നോളേജ് അവർക്കുണ്ട്. ഇതിന് മുമ്പ് കോണ്ടാക്ട് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ സംസാരം തുടങ്ങി. അപ്പോൾ ഈ ഫരിസ്ത എന്ന് പറയുന്ന എല്ലി എന്നവരെ പേര്, അവർ പറഞ്ഞു അഫ്താബ് ഷോ മീ യുവർ പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് പെയിൻറ്റിങ്സോ? അപ്പോൾ രജത് കുമാർ പെയിൻറ്റിങ് ഒരു മുറിയിൽ നിന്ന് പെയിൻറ്റിങ് ഒക്കെ എടുത്തിട്ട് ചുമരിൽ വെച്ചു. അപ്പോൾ അതിശയപ്പെട്ടു പോയി. അതിലൊന്നാണ് ഇത് അദ്ദേഹം വരച്ചാണ്. അപ്പോൾ ഇത് ശ്രീ എം വരച്ചാണ്. പെയിൻറ്റിങ്സ് കണ്ടു. ഞാനും അവരൊന്നിച്ച് പെയിൻറ്റിങ് ഇങ്ങനെ കാണാൻ പോയി. കാരണം നല്ല ഉഗ്രം പെയിൻറ്റിങ്. അതിൻ്റെ അടിയിൽ മലയാളത്തിൽ രഞ്ജൻ എന്ന് എഴുതിയിട്ടുണ്ട്. രഞ്ജൻ 86 എന്ന് എഴുതുമല്ലോ ആർട്ടിസ്റ്റ്, മലയാളത്തിൽ. അപ്പം ഞാൻ അടുത്തിരുന്ന രജത് കുമാറിനോട് ചോദിച്ചു, ഈസി മലയാളി കേരളായിട്ട്? യാ ഇറ്റ്സ് നെയിം ഈസ് രഞ്ജൻ എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജൻ എന്നുള്ളത് അഫ്താബ് എന്ന് ഗുരു മാറ്റി കൊടുത്താണ്. അപ്പം ഞാൻ മലയാളത്തിൽ തുറന്ന് പറഞ്ഞു, അഫ്താബ് സാബ് എന്തിനാണ് ഈ നമ്മൾ മറ്റു ഭാഷ ഉപയോഗിക്കുന്നത്, മലയാളത്തിൽ സംസാരിച്ചൂടെ? അങ്ങനെ മലയാളിയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ കൂടുതൽ സംസാരിച്ച് നോക്കുമ്പോൾ തലശ്ശേരിക്കാരനാണ്, വളരെ ചെറുപ്പത്തിലെ നാട് വിട്ടതാണ്, ഡൽഹിയിലെ ആർട്സ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെ ഒന്ന് വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിയെ ഞാൻ ഡൽഹിയിൽ നിന്ന് രജത് കുമാറും പുള്ളിയും കൂടി നാട്ടിൽ വന്ന് ഇവിടെ താമസിച്ചു. എന്നിട്ട് വയനാട്, പിന്നെ പുള്ളിയുടെ സ്ഥലം തലശ്ശേരിയുള്ള സ്ഥലം പോയി നോക്കുമ്പോൾ ഒന്നുമില്ല, ആരൊക്കെ കയ്യേറി. പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ ആ കണക്ഷനിലൂടെ ഡൽഹിയിലുള്ള കുറച്ച് സൂഫികളെ പരിചയപ്പെട്ടു. എൻ്റെ കാര്യമായ സംഭവം നടക്കുന്നത് ഇനായത്ത് ഖാൻ എന്ന് പറയുന്ന ഒരു ഗുരു, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ മാറ്റിയത്. കാരണം അദ്ദേഹത്തിന് ഈ മതം കാര്യങ്ങൾ ഇതൊന്നുമില്ല. അങ്ങനെ ഹസ്രത്ത് ഇനായത്ത് ഖാൻ്റെ ദർഗയിൽ പോയി ഞാനും ഫരിസ്തയും കൂടി മെഡിറ്റേറ്റ് ചെയ്തു. അപ്പോൾ എനിക്കെന്തോ കരച്ചിലൊക്കെ വന്നു. അതതിൻ്റെ തുടക്കമായിരിക്കാം.
അതിൻ്റെ ഇടയിലാണ് ഈ ന്യൂസ് പേപ്പറിൽ ഞങ്ങളുടെ എതിരായിട്ടൊരു ന്യൂസ് പേപ്പർ തുടങ്ങി, ഗൾഫ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. മുമ്പ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഫൈറ്റ് തുടങ്ങിയിട്ട് എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ജോലി രാവിലെ 2 പത്രവും വരും വീട്ടിൽ. അപ്പോൾ അത് മുഴുവൻ അരിച്ചു പെറുക്കി വായിച്ചിട്ട് നമ്മളുടെ പത്രത്തിൽ എന്താണോ വരാത്തത് അവരുടെ പത്രത്തിലുള്ളത്, അല്ലെങ്കിൽ അവരുടെ പത്രത്തിൽ വരാത്തത് നമ്മളെ പത്രത്തിൽ എന്താണ് ഉള്ളത്, പരസ്യങ്ങൾ അതിലും ഇതിലും ഏതാ വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പത്രം വായിച്ച് 10 മണിയാകുമ്പോൾ മീറ്റിംഗ് തുടങ്ങും ഓരോ ദിവസവും. അപ്പോൾ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു 6 മണിക്ക് ഫോൺ വരും, എഡിറ്ററുടെ ഫോൺ വന്നിട്ട് പറയും, ഞങ്ങൾ ആ ന്യൂസ് മിസ്സായിട്ടുണ്ട്, നീ അത് എഴുതരുത് കേട്ടോ എന്ന് പറയും. മാർക്കറ്റിംഗ് മാനേജറുടെ ഫോൺ വരും, ആ പരസ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നീ അത് കാണിക്കരുതെന്ന്. ഞാൻ എൻ്റെ ജോലി ഏൽപ്പിച്ചത് ഇതാണ്. ഈ ഡയറക്ടർ എല്ലാം വായിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് നേരാൻ വണ്ണം പോവാം, സത്യസന്ധമായിട്ട് പോകാമെന്ന് പറയും. അങ്ങനെ 10 മണിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ ഇത് പറയും. അപ്പോൾ അവിടെ വെള്ളിയാഴ്ചയാണ് അന്ന് ലീവ്, ഇപ്പം ഞായറാഴ്ചയാക്കി. വെള്ളിയാഴ്ചയുടെ വീക്കെൻഡ് വരിക വ്യാഴാഴ്ചയാണ്. അപ്പോൾ 2 വീക്കെൻഡും വീട്ടിൽ വന്ന് 5 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ആ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും, ഒരു മനുഷ്യൻ ഈ രുദ്രാക്ഷം പോലെയുള്ള ദസ്വിയ എന്ന് പറയും മുസ്ലിങ്ങളിങ്ങനെ മന്ത്രം ചൊല്ലുമ്പോൾ എണ്ണുന്നതിന്, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അറബി ഡ്രസ്സ് ഇങ്ങനെ ചാഞ്ഞിരുന്നിട്ടുണ്ട്, വലിയ ഫോട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള ന്യൂസൊക്കെ വിട്ടിട്ട് ഇയാളുടെ ഇൻ്റർവ്യൂ വായിച്ചു. ഇൻ്റർവ്യൂ ഡേഞ്ചറാണ്. കാരണം ഇദ്ദേഹം പറയുന്ന നിർവ്വാണ ഉണ്ട്, ധ്യാനമുണ്ട്, നിർവ്വാണയിലൂടെയാണ് സിദ്ധാർത്ഥൻ ബുദ്ധനായത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഓപ്പണായിട്ടുള്ള ഒരിത്. അത് ഒരു അനാഹ് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയാണ് ഇൻ്റർവ്യൂ ചെയ്തത്, ഒരു ശ്രീലങ്കക്കാരി. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ തോന്നി. നമ്പറില്ല. അപ്പോൾ ഇവരെ വിളിക്കണം. അനാ ഇബ്രാഹിമിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, കാരണം ഞങ്ങളെ ശത്രു പത്രമാണല്ലോ. പക്ഷേ എൻ്റെ ഓഫീസിലിരുന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്പർ കാണുമ്പോൾ എനിക്ക് പറഞ്ഞു തരില്ല, കാരണം എതിർ ഗ്രൂപ്പല്ലേ. അപ്പോൾ ആ കാലത്താണ് ബ്ലീപ്പ് എന്നിട്ടൊന്ന് ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. ആ ഒരു പേജർ ഇറങ്ങിയ ആ ഭാഗത്ത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പേജറുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, ലാൻഡ് ലൈനിൽ നിന്ന് വിളിച്ചിട്ട് അനാ ഇബ്രാഹിമിനോട് പറഞ്ഞു, എനിക്ക് ഈ അബ്ദുൽ വഹാബ് അൽ മല്ലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു, അവിടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടുകയോ ഇല്ലേ എന്നുള്ള അറിയില്ല, നിങ്ങളുടെ നമ്പർ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പേജർ നമ്പർ കൊടുത്തു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോൾ ഒരു ഫോൺ വന്നു, ബ്ലീപ്പ് വന്നു. അപ്പോൾ അതിലെ നമ്പർ എടുത്തിട്ട് ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ ഇദ്ദേഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എന്നെ ഒരു 15 ദിവസം ഡെയിലി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാനിവിടുന്ന് ഓഷോയുടെ പുസ്തകം കൊണ്ടുപോയിട്ട് എയർപോർട്ടിലെത്തിയപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ ഓഷോ ആണ്. അപ്പോൾ പൊക്കി. അങ്ങനെ 15 ദിവസം തുടർച്ചയായിട്ട് പോകുമായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പറിൽ ജോലി ചെയ്യുന്നതൊക്കെ വിട്ടതാണ്. പിന്നെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നൊരു നോവൽ അവർ കൊണ്ടുപോയി, അത് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് പിന്നെ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം നടന്നതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഉത്തരങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോഴതല്ല കേട്ടോ, ഇപ്പോൾ ദുബായ് കുറേ കൂടി വളരെ നന്നായി. ഇപ്പോൾ ഓഷോയുടെ ബുക്കൊക്കെ ബുക്ക് ഷോപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച്, അപ്പോൾ എന്നോട് ചോദിച്ചു, യു ആർ ഫ്രം വെയർ എന്ന് ചോദിച്ചു. ഞാൻ പറയാം ഫ്രം ഇന്ത്യ ബട്ട് വർക്കിംഗ് ഇൻ കലീജ് ടൈംസ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ലൊക്കേഷൻ തന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടി പരതി പിടിച്ച് പോകുമ്പോൾ ഒരു പഴയ വില്ല, ഗേറ്റൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്, മുറ്റത്തൊക്കെ ഇങ്ങനെ ഈ അറബി പുല്ല്, അറബി നാട്ടിലെ ചെടികളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. കണ്ണാടിയാണ്. അപ്പോൾ കണ്ണാടികളിലൂടെ അദ്ദേഹം ഇങ്ങനെ ഇരുന്നത് കാണുന്നുണ്ട്, തലയണ വെച്ചിട്ട് തലയണയ്ക്ക് മേലെ ഇരുന്ന് കാണുന്നുണ്ട്. ബെല്ലടിച്ചു, തുറന്നു, വെൽക്കം എന്ന് പറഞ്ഞു. അകത്ത് കയറി, ഒന്നുമില്ല, ബുക്കുകൾ മാത്രം. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ദോഹക്കാരനാണ്, ദോഹ. അവിടുന്ന് രാജാവാകേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു, കല്യാണം കഴിച്ചു. അമേരിക്കക്കാരിയെ കല്യാണം കഴിച്ച് ദോഹയിൽ പോകാൻ പറ്റില്ല. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദുബൈയിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ദുബൈയിൽ വന്നിട്ട് ദുബൈയിൽ ഇവർ താമസിച്ചാണ്. ഞാൻ പരിചയപ്പെടുന്നതിന് 5-6 ദിവസം മുമ്പാണ് ഭാര്യ പോയി കളഞ്ഞത്.
അറിയാതെ പോയി കളഞ്ഞു. ഒരു മോളുണ്ട് നൂറാന്ന് പറഞ്ഞിട്ട് പോയി കളഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വിരഹത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിലങ്ങ് നന്നായിട്ട് കണക്കായി. ഇപ്പോഴും അദ്ദേഹം ദോഹയിലേക്ക് തിരിച്ചു പോയി. ദോഹയിലേക്ക് പോകുമ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ അയച്ചേ 40,000 പുസ്തകമുണ്ട്. ഈ മനുഷ്യനൊരു അനങ്ങാണ്ടിരുന്നിട്ട് നമ്മളെ ഈ ഒരു എലിയെ പോലെ ഇരിക്കുന്നു. ആരും അറിയില്ല, പുറത്തറിയില്ല, ഞാൻ മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹമാണ് എനിക്ക് മിസ്റ്റിസിസത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, ബുക്ക് തരുന്നു. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ടൊരു ജൂതൻ എഴുതിയൊരു പുസ്തകമുണ്ട്, അത് അദ്ദേഹം തരുന്നു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മീരയും തെരേസയും റാബിയയും 3 മതവിഭാഗങ്ങളിൽ ആണെങ്കിലും 3 സ്ഥലത്ത് ജനിച്ച് ഒരേപോലെ ചിന്തിച്ച ആൾ. വിവിധ കാലഘട്ടമാണ്. റാബിയാണ് 1000 കൊല്ലം, ബാക്കി മീര അറിയാമല്ലോ. തെരേസയും മീരയും ഏകദേശം ഒരേ സമയത്താണ്. അത് കിട്ടിയപ്പോൾ അത് ഞാൻ വായിച്ചു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മണവാട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഈ 3 പേരെക്കുറിച്ച് മാതൃഭൂമിയിൽ എഴുതുന്നത്. അതിപ്പോൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് പുസ്തകമായി, ദൈവത്തിൻ്റെ മണവാട്ടികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിത് അപ്പോഴേ ഞാൻ ജോലി മാറി, വേൾഡ് ട്രേഡ് എക്സിബിഷനിലായി. എന്നിട്ട് ഞാനൊരു ചെറിയൊരു ഗുഹ എന്ന് ഞങ്ങൾ പേരിട്ടൊരു വീട്ടിൽ താമസമായി. ആരുമില്ല, ഒരു ഇടവഴിയിലെ ഒരു ചെറിയ റൂമിൽ. അവിടെയാണ് മെഡിറ്റേഷൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഗതി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തനിച്ച താമസം, ഫാമിലിയൊക്കെ ഇങ്ങോട്ടൊക്കെ അയച്ചു. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു. ഈ എക്സിബിഷൻ ഹാളിൽ നിന്നൊരു ഫോൺ വന്നു, ഒരു ഫ്രഞ്ചുകാരൻ്റെ. പാക്കറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കരുതി നമ്മളെ ലേബേഴ്സൊക്കെ ഓരോ സ്റ്റോളിലും എല്ലാം കൃത്യമായി വെച്ചു. ഞാൻ ലിസ്റ്റ് നോക്കി ടിക്ക് ചെയ്തിട്ടാണെന്നല്ലോ ഇങ്ങോട്ട് വന്നേ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര കണിശക്കാരാണ്, പക്ഷെ നല്ലവരുമാണ്. ലോകത്തിലെ ഏറ്റവും നല്ലവരാരാന്ന് വെച്ചാൽ ഞാൻ ഫ്രഞ്ചുകാരെന്ന് പറയും. ഈക്വാലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ കാറ് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പോകുമ്പോൾ അയാൾ ഫോൺ വന്നു, ഇല്ല കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഞാൻ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി തിരക്കിൻ്റെ ഇടയിൽ പോകുമ്പോൾ. അപ്പോൾ ഈ എഴുതിയതൊക്കെ പേപ്പർ ചിതറിക്കിടക്കുന്നു. ഇതിന് ചിലതിനൊന്നും പേജ് നമ്പർ ഇട്ടിട്ടുമില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂട്ടിയിട്ട് വായിച്ച്, എന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം മീരയുടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു വാക്ക് കണ്ടു, എനിക്കൊരു രോഗമുണ്ട്, ആ രോഗം തീർക്കാൻ കൃഷ്ണൻ എന്ന വൈദ്യനെ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് ക്ലിപ്പ് ചെയ്തു. രണ്ടാമത്തത് തെരേസ എടുത്തു. തെരേസ പറയുന്നത് ഇന്നലെ അവൻ എൻ്റെ ഒന്നിച്ച് കിടക്കുകയായിരുന്നു, യേശു കിടക്കുകയായിരുന്നു, അവനോട് ഞാൻ എൻ്റെ രോഗാവസ്ഥ പറഞ്ഞു, അവനത് മരുന്ന് തന്നു എന്ന് പറഞ്ഞിട്ട്. എടാ രണ്ടും ഇത് ഞാനിപ്പോൾ എഴുതുമ്പോൾ ഓർമ്മയില്ല, ഇത് രണ്ടും ഒരേപോലെയാണെന്നല്ല പറയുന്നതെന്ന് പറഞ്ഞിട്ട് റാബിയിലേക്ക് പോയി. റാബി ഇറാഖിയാണ്, സൂഫി വനിതയാണ്, ആദ്യത്തെ സൂഫി വനിത. അപ്പോൾ അവരത് വായിച്ച് നോക്കുമ്പം അവർ ഇങ്ങനെ വായിച്ച് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും പറഞ്ഞു, എൻ്റെ രോഗം മാറ്റാൻ ഒരാൾക്കേ കഴിയൂ, അവന് മാത്രം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ 3 ആളുകളുടെ ഈ ഒരേപോലെയുള്ള ചിന്തക്ക് എന്താ, ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, ഇവർ തമ്മിലൊരു മതത്തിൽ ഉള്ളവരല്ല, പിന്നെ ഇവർ വിവിധ ഭാഷയാണ്, ഇവരൊക്കെ ഒരേപോലെ ഇതെങ്ങനെയാണ് പറഞ്ഞ് എന്നാലോചിച്ച് ഇങ്ങനെ നിന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മണവാട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാനത് ഷോർട്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ മണവാട്ടികൾ എന്നുള്ള പേരിൽ മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. അവരത് 2 or 3 ലക്കത്തിലായിട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഞാൻ ഇതിട്ടു. ഇങ്ങനെ 3 പേരും അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, അതെ 3 പേരും ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, അപ്പോൾ അതെൻ്റെ കയ്യിൽ മൂപ്പരെടുത്ത് വാങ്ങിച്ചിരുന്നു ഞാൻ. അപ്പോൾ അതിൽ കാര്യമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുസ്തകം വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ചെറിയൊരു 4-5 ആൾക്കാർ ചേർന്നിട്ട് വെള്ളിയാഴ്ച ആണല്ലോ അവിടെ ലീവ്, വെള്ളിയാഴ്ച ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. പുതിയ പുസ്തകം വായിച്ചതിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാളെ വീട്ടിലാണ് കൂടുക.
അപ്പോൾ അയാൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഒരു യോഗി വരുന്നുണ്ട്. ഒരു 6-7 ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹം ഗൃഹസ്ഥനാണ്, പക്ഷേ വേദാന്തവും ഇതൊക്കെ പഠിച്ചാണ്, സൂഫിസമൊക്കെ അറിയാം. അദ്ദേഹം വരുന്നുണ്ട്, അടുത്ത ഞായറാഴ്ച നമുക്ക് അദ്ദേഹത്തെയും കൂടി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേര് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ശ്രീ എം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതൊരു 25 വർഷം മുമ്പാണ് കേട്ടോ, അദ്ദേഹം ഇത്ര ഫേമസ് ആകുന്നതിന് മുമ്പാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞായറാഴ്ച അവിടെ പോയി, ഞങ്ങളിരുന്നു. അദ്ദേഹം മുന്നിൽ വന്നിരുന്നു. അപ്പോൾ ഒരു ആകർഷണീയമായ ശരീരമുണ്ട്, പിന്നെ നല്ല പ്രസൻറ്റേഷൻ, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ 6 പേരിങ്ങനെ മുന്നിലിരിക്കുന്നു. പുള്ളി പീഠത്തിൻ്റെ മേലെയൊന്നും അല്ലാതെ തറയിലായിരുന്നു, അതെനിക്കിഷ്ടമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ നമുക്ക് സത്സംഗവും ധ്യാനവും തുടങ്ങാം, പിന്നെ ഇന്ന് നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ബാക്കിലായിരുന്നു. 6 ആളേ ഉള്ളൂ, 6 ആൾ. അപ്പോൾ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ EM ഹാഷിം എന്ന് പറഞ്ഞു. യു ആർ ഫ്രം വെയർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഞാൻ കണ്ണൂരാണ്, മലയാളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറയാതെ. അപ്പോൾ സാറ് മലയാളിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറയാതെ, ഞാൻ തിരുവനന്തപുരത്താണ്, മലയാളിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞു. നമ്മളുടെ രാജേന്ദ്ര പ്രസാദ് എന്ന ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചു. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു, 1 മിനിറ്റ് നിങ്ങളവിടെ നിൽക്കുന്നു. അത് എന്നോട് ചോദിച്ചു, നാളെ രാവിലെ 7:30 മണിക്കാണ് സത്സംഗ് തുടങ്ങുക, പക്ഷെ നിങ്ങളൊരു 6 മണിക്ക് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം വരാം. ഞായറാഴ്ചയാണ്, എനിക്ക് ലീവാണ്, അല്ല വെള്ളിയാഴ്ച. അപ്പോൾ അങ്ങനെ പുള്ളിയെ സിംഗിളായിട്ട് കണ്ടു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ ഹാഷിം എന്നുള്ള ആൾ എങ്ങനെയാണ് ഈ വഴിക്ക് എത്തിയേ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറെങ്ങനെ എത്തി? അതുപോലെ ഞാൻ എത്തിയിട്ടില്ല, സാറിൻ്റെ ഒക്കെ സഹായം കൊണ്ട് എത്താമെന്ന് പറഞ്ഞു. നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പം മദനപ്പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ 7 ദിവസം ഉണ്ടായിരുന്ന 7 ദിവസവും കാണും. അപ്പോൾ ഈ കൊണ്ടുവന്നവർക്ക് ചെറിയൊരു അസൂയ തുടങ്ങി. പുള്ളി എന്നോട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതാണ്. ഞാനത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഭാര്യയും കുട്ടിയാണോ പോയത്, അല്ല 2 ഫ്രണ്ട്സ്, ഈ സുകുമാരനെയും കുട്ടിയാണോ എന്നുള്ള ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി. പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറ്റുവാണെങ്കിൽ ജോലി രാജിവെച്ചിട്ട് ഇവിടെ കൂടാം. ഇവിടെ ഞാൻ കുട്ടികൾക്കൊക്കെ ഒരു വിദ്യാലയം ഉണ്ടാക്കിയിട്ടുണ്ട്, സത്സംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളും മേലെ കുറച്ച് ദൂരെ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ വീട്ടിൻ്റെ കുറച്ചടുത്ത് ഒരു ഇത് തുടങ്ങുന്നുണ്ട്, റെസിഡൻസ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇൻചാർജായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ ഉത്തരം കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, നോക്കാൻ ശ്രമിക്കാം സാർ, അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്കൊരു വീട് തന്നു അവിടെ. ഞാൻ കാശ് കൊടുത്തിട്ട് തന്നെയാണ് വീട് തന്നു, ഇവിടെ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞു. ആ വീടിപ്പം വിറ്റു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായി. പിന്നെ ഞാനിവിടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിൽ മിസ്റ്റിക് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കവർ സ്റ്റോറി ഉണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിൻ്റെ അതാണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ വരുന്ന ആദ്യത്തെ ഫോട്ടോവും അദ്ദേഹത്തെ പറ്റിയും. അപ്പോൾ കുറേ ആൾ എന്നെ മാതൃഭൂമിയിൽ വിളിച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ വാങ്ങി വിളിക്കുമ്പോൾ ഞാനില്ല, ഞാൻ തിരിച്ചു പോയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്നെയും ഒരു ചെറിയ ഗുരുവാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജിദ്ദുവിൻ്റെ ഭാഗത്താണ്, നോ ഗുരു നോ ഗോഡ്. അപ്പോൾ പിന്നെ അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വീണ്ടും വന്നു ദുബായിൽ, കുറേ കൂടി ആൾക്കാരെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഈ ചാരിറ്റി നടത്തുന്നുണ്ടല്ലോ, അവിടത്തേക്ക് കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ജർമ്മൻകാരി പെട്ര മുല്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും കൂടിയാണ് എക്സിബിഷൻ അവിടെ നടത്തിയത്. ഒരു മുല്ലർ ഉണ്ടല്ലോ നമ്മുടെ ഉപനിഷത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ കുടുംബമാണ്. അപ്പോൾ അതിപ്പോഴും ഇന്നലെ വരെ അവരായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇദ്ദേഹത്തിന് നടത്തണം, നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നടത്താം, എന്നിട്ട് അത് വിറ്റ് കിട്ടുന്ന കാശ് മൂപ്പർക്ക് കൊടുക്കണം. അങ്ങനെ അതിൽ പെട്ടതാണ് ഈ മൂന്ന് ഡ്രോയിങ്. ഒരു 100 ഡ്രോയിങ് ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ ഇത് ചെയ്തു, ലേലം വിളിച്ചു, കാശ് ഒരു 6 ലക്ഷം ഉണ്ടാക്കി പുള്ളിക്ക് കൊടുത്തു. പുള്ളി പോയി.
പുള്ളിയുടെ നന്ദി ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ വിട്ടു നിന്നേ ഉള്ളൂ, കാരണം ക്രൗഡിലേക്ക് പോകാൻ എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ ഫേമസ് ആകുമ്പോൾ ക്വാളിറ്റി കുറയും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതേസമയം ഈ അബ്ദുൽ വഹാബ് അൽ മൗലവിയുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടില്ല, അയാൾ അകത്തിരിക്കുകയാണ്. അല്ല, ആളുകളോട് സംസാരിക്കണം, പ്രചരിപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ തന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ നിന്ന് തന്നത്. ഞാൻ ഈ മഹാന്മാരെ കണ്ടതിൽ ഞാൻ ഒന്നുമല്ല. അവരെപ്പറ്റി പറയുമ്പോഴാണ് ഞാൻ തെളിയുന്നത്, അല്ലാതെ എന്നെപ്പറ്റി പറയുമ്പം ഒന്നുമില്ല. ഒരു എഴുത്തുകാരൻ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് നടത്തി. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി പുള്ളി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ വീട് വിൽക്കണം എന്ന് തോന്നി. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ വന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സാറിനൊന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. എവിടെയുള്ളത്? ഞാൻ മൈസൂരിൽ ഇത് നടക്കുകയാണ്, സപ്താഹം നടത്തുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മൈസൂരിൽ വരാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് മൈസൂരിൽ പോയി. പുള്ളി ഭയങ്കര ക്രൗഡ് ആ ഒരു ഹാളിൽ. എന്നിട്ട് ഞാൻ ബാക്കിൽ ആണ് ഇരുന്നത്, തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിലിരുന്നു. അപ്പോൾ പുള്ളി എന്നെ അങ്ങ് ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ ഞാൻ മെല്ലെ തല താഴ്ത്തി, കാരണം ആൾക്കാർ മുഴുവൻ എന്നെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെന്തിനാ പിന്നിൽ പോയിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒരു കുറച്ച് ലേറ്റായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ സ്ഥലം വിൽക്കണം. അയ്യോ, അത് വിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അതെ, വിൽക്കണം. ഞാൻ എത്രയാണ് മുതലിറക്കി അത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ മദനപ്പള്ളി പോയിക്കോളൂ, ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മദനപ്പള്ളി പോയി. ഒരു സ്ത്രീ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ഞാനത് വിറ്റു. എന്നിട്ട് ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എൻ്റെ അപ്പോൾ എൻ്റെ സ്വഭാവം അനുസരിച്ച് എന്താണെന്ന് അറിയാം. ഇത് അദ്ദേഹത്തിൻ്റെ തകരാറോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളോ അല്ല. എൻ്റെ തകരാറ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ തകരാറോ എൻ്റെ ജന്മനാളുള്ള ഇതാണെന്നറിയില്ല. 3 ദിവസം തുടർച്ചയായി ചോറ് കഴിച്ചാൽ 4-ാം ദിവസം ചോറ് കഴിക്കാൻ പറ്റില്ല, ചപ്പാത്തി വേണം. 3 ദിവസം ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറ് കിട്ടണം. അങ്ങനെ ഇവൾ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്, ഭാര്യ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് മാറി ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ ബുദ്ധമത രാജ്യങ്ങളും സന്ദർശിച്ചു. എല്ലാമില്ല, ജപ്പാനും കൊറിയയും ഒഴികെ. അപ്പോൾ ഞാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് ഫ്ലൈറ്റിൽ വരികയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങി. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഒരു 20-25 ആൾക്കാരേ ഉള്ളൂ ഫ്ലൈറ്റിൽ. ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങി. അപ്പോൾ എല്ലാവർക്കും ഓ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റ് ഇടാൻ പറഞ്ഞു. ഞാൻ ബെൽറ്റ് ഇട്ടു. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ചൈനക്കാരനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഭാര്യയായിട്ടൊക്കെ തെറ്റി നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുക എന്താണെന്ന് പറഞ്ഞാൽ, ഖസാക്കിലെ ഇതിഹാസത്തിലെ രവിയെക്കുറിച്ചാണ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത. അപ്പോൾ ഈ ശല്യങ്ങളുണ്ടാവില്ല. അപ്പോൾ ഈ കുലുക്കം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എത്ര ബുദ്ധമത രാജ്യങ്ങളിൽ സന്ദർശിച്ചു, ചൈന, കംബോഡിയ, അവിടെയൊക്കെ. കംബോഡിയയിൽ നിന്ന് ഞാൻ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ആ സ്ഥലത്തൊക്കെ മതം ഭരിക്കുന്നില്ല, ബുദ്ധമതം എവിടെയും ഭരിക്കുന്നില്ല. അതേസമയം ഇസ്ലാമിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ ശരീഅത്ത് പ്രകാരം ഭരിക്കുന്നു. പക്ഷേ എവിടെയും അങ്ങനെ ഒരു നല്ലൊരു ഇസ്ലാമിക ഭരണം ഇല്ല. അവർ ഭരണത്തെ ഭരണമായും മതത്തെ മതമായിട്ടും കണക്കാക്കുന്നു. അതല്ലേ ബ്യൂട്ടി എന്നിങ്ങനെ ആലോചിക്കും. ശരിയായി, ഫ്ലൈറ്റ് ശരിയായി. ഞാൻ മറ്റേ ജെർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഹോച്ചിമിൻ സിറ്റിയിലെത്തി. ഹോച്ചിമിൻ സിറ്റിയിൽ തന്നെ കാണാൻ വേണ്ടി ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു മേജർ. ആ മേജർ എങ്ങനെ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ, സിംഗപ്പൂർ എയർലൈൻസിലാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ടിക്കറ്റ് എടുത്താലും എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ടച്ച് ചെയ്യും.
ഇപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ ബോംബെ പോയിട്ട് വേറെ സ്ഥലത്ത് പോകണം. അതേപോലെ സിംഗപ്പൂരിൽ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്ത് പോകാൻ പറ്റും. വേറെ സ്ഥലത്ത് നിന്ന് വേറെ ഫ്ലൈറ്റ് പോകണമെങ്കിൽ സിംഗപ്പൂർ ടച്ച് ചെയ്തിട്ട് പിന്നെയും പോകണം. അവർ അത് ഹബ്ബ അതെല്ലാ എയർലൈൻസാണ് അങ്ങനെ. അപ്പം ഞാൻ പിന്നെ ബാങ്കോക്കിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അടുത്ത ഒരാൾ, അപ്പോൾ ഓഫീസിലേക്ക് ഒരു വിവരം അറിയിക്കണം, ഞാൻ 2 ദിവസം 4 ദിവസം കൂടി ലേറ്റ് ആവുമെന്നുള്ള വിവരം. അപ്പോൾ കമ്പ്യൂട്ടറില്ല. അപ്പോൾ ഈ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇയാൾ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ വൈഫൈ ഉണ്ടല്ലോ, വൈഫൈൻ്റെ നമ്പർ അവിടെ ചുമരിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല എന്ന് പറഞ്ഞു. ആ യൂസ് ദിസ് എന്നിട്ട് തന്നു. ഞാൻ ഓഫീസിലേക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു യു ആർ ഫ്രം വേർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിയറ്റ്നാമാണെന്ന്. വിയറ്റ്നാമിൽ പിന്നെ ഞാൻ വിയറ്റ്നാമിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യു ക്യാൻ കം എന്ന് പറഞ്ഞ് കാർഡ് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് അയാൾക്കും കൊടുത്തു. അങ്ങനെ ഞാൻ ബാങ്കോക്കിലേക്ക് പോയി. തിരിച്ച് ദുബൈയിലെത്തിയിട്ട് ഇയാൾക്ക് മെയിൽ അയച്ചു. അങ്ങനെ മെയിലിലൂടെ ബന്ധപ്പെട്ടിട്ട് ഇയാൾ പറഞ്ഞു പിന്നെ നീ എക്സിബിഷൻ ഇതിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിൻ്റെ ഒരു എക്സിബിഷൻ നടത്തണം ദുബായിൽ എന്ന് പറഞ്ഞു. അതിന് നിനക്കൊരു ഇൻവിറ്റേഷൻ അയക്കാം, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഹോച്ചിമിൻ സിറ്റി. അപ്പോൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര ഇതല്ലേ, ഇപ്പോഴും കുറച്ച് നടക്കാൻ വയ്യാതെ അവസ്ഥയിൽ ഭയങ്കര ദുഃഖം എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് എടുത്തത് പോലും ഈ ട്രാവൽ ചെയ്യാനാണ്. ഇവൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് നടക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇയാളടുത്ത് പോയി ഹോച്ചിമിൻ സിറ്റിയിൽ ഇയാൾ എയർപോർട്ടിൽ വന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടേറിയറ്റിൽ ഇയാൾക്കൊരു റൂമുണ്ട്, അവിടെ താമസിപ്പിച്ചു. ചുറ്റുപാടും കണ്ടു, ഹോച്ചിമിൻ ഇതിലൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒരു ബുദ്ധ ഇതുണ്ട്, അവിടെ പോയപ്പോൾ അവിടെ എന്താ ഒരു ഗുണം എന്ന് പറയുക, ഒരു ഗുണദോഷമെന്നല്ല, ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മതസംഘടനകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. ഗവൺമെൻറ് ശമ്പളം കൊടുക്കും, അല്ലാതെ പിരിവ് നടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. നല്ല സിറ്റി, നല്ല ആൾക്കാർ. ആ ബുദ്ധ ആളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു നീ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. കേരളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചു. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലാണല്ലോ നമ്മൾ ബുദ്ധൻ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടത്തേക്ക് ബുദ്ധൻ തന്നെ നിന്നെ അയച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തായ്ലാൻഡിൽ പോയി. തായ്ലാൻഡിൻ്റെ എക്സിബിഷൻ 15 വർഷവും ഞാൻ നടത്തിയത്. നല്ല ആൾക്കാരാണ്. അപ്പോൾ തായ്ലാൻഡിൽ പോയപ്പോൾ ഒരു അത്ഭുതം നടന്നത്, ആ പ്രാവശ്യം എൻ്റെ ഏജൻറ്റ് ചോദിച്ചു നീക്ക് എവിടെയാണ് താമസിക്കേണ്ടത്. അപ്പോൾ ആ സമയത്താണ് സുനാമി വന്നത്. അപ്പോൾ സുനാമി നക്കിത്തുടച്ച് പോയ ഒരു ഗ്രാമത്തെപ്പറ്റി പത്രത്തിൽ വായിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാനവിടെ പോയി. രാവിലെ ഒരു ഡ്രൈവർ വന്നിട്ട് ഈ എവിടത്തേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഭയങ്കര ഈ സെക്സ് ഫ്രീ കൺട്രി അല്ലേ. അപ്പോൾ ഞാൻ ഒരു ബീച്ചിലോട്ടൊന്നും പോകണ്ട, നീ കാര്യമായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടത്തേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്യു ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് കൊണ്ടുപോട്ടെ എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അത്ഭുതങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെ വഴിയിൽ പലതും ഇങ്ങനെ സംഭവിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളുടെ ഒരു പിന്നെ ബുക്ക് എഴുതില്ല. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധ വിഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അത് ഉണ്ടായിന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇയാളുടെ കാറിലിരുന്നിട്ട് ഒരു കുന്നും പുറത്താണ്. കുന്നിങ്ങനെ കയറുമ്പോൾ നല്ല അഗർബത്തിയുടെ മണം, ബ്യൂട്ടിഫുൾ മണം. അപ്പോൾ അങ്ങനെ അകത്ത് കയറി ഇവനോട് പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചോളും, ഞാൻ അകത്ത് കയറട്ടെ എന്ന് പറഞ്ഞു. അകത്ത് കയറുമ്പോൾ വലിയൊരു ഹാളിൽ താഴത്ത് കുറച്ച് പേര് ഇരുന്നിട്ടുണ്ട്. മേലെ 1ാമത്തെ തട്ടിലൊരു വെള്ള ജുബ്ബൊക്കെ ധരിച്ച ഒരാളുണ്ട്, അതിൻ്റെ മേലെ കാവി ധരിച്ച ഒരാളുണ്ട്. ഞാനവിടെ പോയിട്ട് അവിടെ ഇരുന്നപ്പോൾ ഇതേ മേലെ തന്നെ വിളിച്ചു. അപ്പോൾ അയാൾക്ക് തായ് ഭാഷയെ അറിയും. ഈ 2ാമത്തേൽ ഇരിക്കുന്നതാണ് ട്രാൻസ്ലേറ്റർ ഇംഗ്ലീഷിൽ. അപ്പോൾ അയാൾ പറഞ്ഞു ഹീസ് കോളിങ് യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് കയറി അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ നിന്നാണ് ഇത് വരുന്നത്. ഈ ചൂട്ട കത്തി വെച്ച മാതിരി ഈ നല്ല മണയുള്ള ഇത് വെച്ചിട്ടുണ്ട്, അഗർബത്തി.
അപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ട ഉടനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ചൂട്ടയില്ലേ, ഈ അതെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ബക്കറ്റിൽ പുഷ്പങ്ങളൊക്കെ ഇട്ട വെള്ളം ഊറ്റിയിട്ടുണ്ട്, അതിലിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കുടഞ്ഞു. അപ്പം എൻ്റെ ഷർട്ടിലൊക്കെ ഇതായി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അമേരിക്കൻ ടി വിക്കാർ ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അത് ഡിസ്റ്റർബായി. അപ്പോൾ താഴത്തിറങ്ങിയിട്ട് ഞാൻ അവരോട് സോറി പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്, ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇദ്ദേഹം എന്നെ വിളിക്കാമെന്ന്. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്തതിന് സോറിയൊക്കെ പറഞ്ഞു. ഞാനങ്ങ് ഇദ്ദേഹം എനിക്കൊരു ബുക്ക് തന്നു. ആ ബുക്ക് ഇപ്പോഴും ഉണ്ട്, ബുദ്ധനെക്കുറിച്ചുള്ളൊരു ബുക്ക്, തന്ത്ര എന്നതിൻ്റെ പേര്. അപ്പോൾ ആ പുസ്തകം തന്നിട്ട് എന്നോട് പോയിക്കോ പറഞ്ഞു. അപ്പോൾ താഴത്തെ ഡ്രൈവർ കാത്തിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതൊക്കെ കണ്ടു. പിന്നെ എനിക്ക് ഒരു വെള്ള നൂല് കെട്ടി തന്നിരുന്നു കൈക്ക്. അപ്പോൾ ഇവനിതൊക്കെ കണ്ടു. ഇവൻ എന്നോട് പറഞ്ഞു, ഇതാര് കെട്ടി തന്നെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഗുരു കെട്ടി തന്നു. പിന്നെ ഇത് മേലയിൽ എന്താണ്? അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു സംഭവം. അപ്പോൾ പറയും, ഇങ്ങനെയൊന്നും ആർക്കൊന്നും കിട്ടാറില്ല അനുഗ്രഹം. ഞാൻ ഇത് കഴിച്ചിട്ട് അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. നമ്മൾ അങ്ങനെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ എനിക്ക് കിട്ടട്ടെ. അപ്പോൾ കാരണം ഒരു ലോജിക്കൽ മൈൻഡ് എന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് വന്നു. അവിടുന്ന് വന്നിട്ട് ഞാൻ ബാങ്കോക്കിലെത്തിയിട്ട് നമ്മുടെ ഏജൻറ്റിനോട് വാറാപ്പോ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, അവളോട് പറഞ്ഞു, ഇങ്ങനൊരു ഇയാളെ കണ്ടു, വളരെ നല്ല ചൈതന്യമുണ്ട്, എനിക്ക് കൂടുതൽ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ബാങ്കോക്കിലുള്ള ബുദ്ധ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയി. അതിന് മുമ്പ് ഒരു വലിയ ബുദ്ധ, ഒരു 100 അടിയാമറ്റുള്ളൊരു ബുദ്ധ ഇങ്ങനെ കൈവച്ചിട്ട് കിടക്കുന്നൊരു പ്രതിമയുണ്ട്. അത് ഫോട്ടോയിൽ വരുന്നില്ല, അത്രയും വലുതാണ്. അപ്പോൾ അവൾ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ നിന്നൊരു പുസ്തകം വാങ്ങിച്ചു തന്നു. അപ്പം ഞാനെന്നിട്ട് തിരിച്ച് ദുബായിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, ബുദ്ധനെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിക്കൂടാ. അപ്പോൾ എനിക്ക് സാധാരണ ഇന്ത്യക്കാരനെ അറിയുന്ന പോലെ 4 വരിയെ അറിയും. സിദ്ധാർത്ഥനായിരുന്നു, രാജാവായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ വീട് കൊട്ടാരം വിട്ട് പോയി, എൻലൈറ്റൻ്റായി, എന്നിട്ട് ബുദ്ധ എന്നുള്ള പേര് സ്വീകരിച്ചു, ഇതൊക്കെ അറിയും. പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, പത്രത്തിൽ ജോലി ചെയ്യുന്നു. അവൻ ബുദ്ധനെക്കുറിച്ച്, പിന്നെ PN ദാസ് മാഷൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു. ദാസ് മാഷ് മരിച്ചുപോയി. അപ്പോൾ അവരൊക്കെ ബുദ്ധനെക്കുറിച്ച് കുറേ ചിന്തിക്കുന്നവർ എഴുതിയവരാണ്. അപ്പോൾ അവരോട് ഞാൻ പറയാം, എനിക്കൊരു നോവൽ എഴുതണമെന്നുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ കൊണ്ട് തന്നു. ഞാൻ അതുമായിട്ട് ദുബായി പോയി. ദുബായിൽ നിന്ന് ബുദ്ധമാനസം എന്നുള്ളൊരു പുസ്തകം എഴുതി അത് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. മാതൃഭൂമി 2 മാസം കൊണ്ടത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഒരു 5ാമത്തെ എഡിഷൻ മറ്റായി. ഇപ്പോൾ ആ ബുക്ക് 5ാമത്തെ എഡിഷനാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധനിലേക്ക് പോയപ്പോൾ ബുദ്ധനാണ് ദൈവത്തെക്കുറിച്ചൊന്നും മിണ്ടാത്ത ആൾ. സ്വയം ദൈവികതയിലേക്ക് എത്താൻ പറഞ്ഞ ആളാണ്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് സൂഫിസവും വിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ വേദാന്തവും ബുദ്ധിസവും സൂഫിസവും ഒരു മരത്തിലെ 3 ശാഖകളാണ്. അതാണ് എനിക്ക് ഒരു മെസ്സേജ് തരാനുള്ളത്. 3 കാരണം വേദാന്തത്തിൽ ഗുരുവാണ് വലുത്. പിന്നെ അതിൽ ചില ചിട്ടകളുണ്ട്, പക്ഷേ സ്വതന്ത്രനാണ്. ബുദ്ധിസത്തിലേക്ക് വരുമ്പോഴും ദൈവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, സ്വതന്ത്രനാണ്. സൂഫിസം സെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഞാനത് എഴുതിയിട്ടുണ്ട് എവിടെയെങ്കിലും. പിന്നെ സൂഫിസം പ്രണയത്തിൻ്റെ വീഞ്ഞിലാമറ്റ് എഴുതിയിട്ടുണ്ട്. 3 ഒരു മരത്തിലെ 3 ശാഖകളാണ്. കുറേ സാമ്യതയുണ്ട്. ഇപ്പോൾ വേദാന്തം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾ ഹിന്ദു ആണെന്ന് പറയും. മുമ്പ് അങ്ങനെ ഒരു ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളതാന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ എടുക്കും. ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ബുദ്ധമതക്കാരെടുക്കും. സൂഫിസം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഷൊർണൂരിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചു. ഷൊർണൂരിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇത് വായിച്ചു, സൂഫിസം പ്രണയത്തിൻ്റെ വീഞ്ഞ് വായിച്ചു,
കാണാൻ പറ്റുമോ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടില്ല, ഈ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു 9 മണിക്കാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു 9 മണിക്കാണെന്ന് വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ 1 മണിയാവും, ഭക്ഷണത്തിനുണ്ടാകുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കഴിച്ചിട്ടേ വരുന്നത്, ഞങ്ങൾ 2 പേരുണ്ട്. ഓ വെൽക്കം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് അയാളെ കാത്തിരുന്നു. അവർ വന്നു. 12:30 ആയപ്പം വന്നു. ഒരാളേ ഉള്ളൂ. തുറന്ന് അവിടെ ഇരുത്തി. നിങ്ങളല്ലേ പറഞ്ഞ 2 പേരുണ്ടെന്ന്, ഇതെന്താ ഒരാൾ? ഇല്ല, നിങ്ങളെ സൂഫിസം ഹിന്ദുയിസമായിട്ടും സെക്കുലറും സൂഫിസാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ വഴിയിൽ കോഴിക്കോട് ഇറങ്ങി. അയാൾക്ക് വേണ്ടത് ഇസ്ലാമിക സൂഫിസാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാനെങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കും? എനിക്കും ബ്ലോക്ക് വരില്ലേ? ഞാനും മനുഷ്യനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം കുറേ സംസാരിച്ചു, പോയി. അദ്ദേഹത്തിന് പുസ്തകമൊക്കെ കൊടുത്തു. അദ്ദേഹം ഇടയ്ക്ക് ഇപ്പം ദോഹയിലാണ് മറ്റുള്ളത്, ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു സെക്കുലർ സൂഫിയാണ് കേട്ടോ എന്ന് ആദ്യം പറയൂ. എനിക്ക് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നിബന്ധനകൾ, നിർബന്ധങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഞാൻ അത്ര പബ്ലിസിറ്റിക്ക് പോകാറില്ല. പിന്നെ പുസ്തകം വായിച്ചിട്ട് ആൾക്കാരെ വിളിക്കും, വരുമ്പം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടി വന്ന് കലഹിച്ച് പോയ ആൾക്കാരുണ്ട്. നിങ്ങൾ ഇസ്ലാമിക സൂഫിസ അല്ല പറയുന്നതെന്ന് വെച്ച് പറഞ്ഞു. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ആണല്ലോ. അതെ, ഫ്രീഡത്തിലേക്ക് വേണ്ടല്ലോ. ട്രൂത്ത് ഈസ് എ നോ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ജിദ്ദു. നോ ലാൻഡ് ഓഫ് എന്താ പറഞ്ഞത്, ഓക്കെ മറന്നുപോയി, മറവി ഇപ്പം ഭയങ്കരമുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-25,000 കോപ്പി ചിലവായി സൂഫിസം. അത് തോന്നാൻ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു ഏത് പുസ്തകമാണ് വേണ്ടതെന്ന്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ പെരിയാറിൻ്റെതും കുരീപ്പുഴ ശ്രീകുമാരൻ്റെ ഒക്കെ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അയാളുടെ പേര് ലാൽ സലാം. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നിരീശ്വരവാദം? അതെ ഞാൻ നിരീശ്വരവാദിയാണ്, നിരീശ്വരവാദ പുസ്തകങ്ങളെ ഞാൻ ഇറക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ സൂഫീസ് എങ്ങനെ നടക്കുന്നു? ഇല്ല, അതിപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്റ്റെപ്പ് മാറ്റിയിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകം ഇറക്കി, അപ്പോൾ സൂഫിസം ഇറക്കാമെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വെൽക്കം എന്ന് പറഞ്ഞു. അങ്ങനെ 3 പുസ്തകം അയച്ചു കൊടുത്തു. അതിൻ്റെ പണിയാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൂഫിസം എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്, തരക്കേടില്ലല്ലോ എന്ന് തോന്നി. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ എൻ്റെ പുസ്തകം മിസ്റ്റിസിസം ഒരു മുഖവുര എന്നുള്ള പുസ്തകമാണ്. അത് മൂപ്പരടുത്ത് കിട്ടിയ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതിന് ശേഷമുള്ള ഈ 3 മീര, തെരേസ, റാബിയ ഇവരെക്കുറിച്ചുള്ള ബോധം വെച്ചിട്ട് ഒരു പുസ്തകം എഴുതിയതാണ്. എഴുതിയിട്ട് ഞാൻ മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. മാതൃഭൂമിക്കാർ ഓക്കെ ജോൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളായിരുന്നു മാനേജറെന്ന്. അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് പറയുന്നത് നല്ലൊരു പബ്ലിഷർക്ക് കൊടുക്ക്, ഞാൻ പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷെ ഞാൻ രാജിവെച്ച് കൊടുക്കുന്നു മറ്റൊരു കത്ത് അയക്കിട്ട് വന്നു. ഞാനത് കൈരളി ബുക്സിന് കൊടുത്തു. അത് 5-6 പതിപ്പ് ഇറങ്ങി. ഇപ്പോൾ ലേറ്റസ്റ്റ് പതിപ്പ് വേണമെങ്കിൽ തരാം, എൻ്റെ ഒരു കോപ്പിയേ ഉള്ളൂ. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുകുമാരനോട് ഞാൻ പറഞ്ഞു നമുക്ക് പയ്യാമ്പലം പോയി ഇരുന്നിട്ട് ഇത് വായിച്ചു തരാം, കറക്ഷൻ ഉണ്ടെങ്കിൽ നടത്താമല്ലോ എന്ന് പറഞ്ഞിട്ട് പയ്യാമ്പലം പോയി ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു പോകൊണ്ടിരിക്കുമ്പം ഇയാളുടെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ സുകുമാരൻ ഞാൻ നോക്കുമ്പോൾ സുകുമാരൻ കരയാണ്. ഞാനത് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു എന്ത് സുകുമാരൻ എന്ത് പറ്റി, വേറെ എന്തെങ്കിലും ആലോചിച്ചോ? എല്ലാം നിങ്ങൾ കൃഷ്ണൻ്റെ വർണ്ണന പറഞ്ഞില്ലേ, ലോകത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉള്ളപ്പോഴും കൃഷ്ണൻ ജീവിക്കുന്നു. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്, ഇതുവരാരും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം എനിക്കങ്ങനെ തോന്നി, എഴുതി. അതൊരു വലിയ സങ്കല്പമാണ്, ഒരു പ്രണയത്തിൻ്റെ സങ്കല്പമാണ്, മനുഷ്യന് പ്രണയമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു. ആ പുസ്തകം പുറത്തു വന്നു. ആ പുസ്തകത്തിൻ്റെ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ എന്നെ ഒരാൾ ചോദിച്ചു ആഷിമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന്. എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് DTP ചെയ്യാൻ കൊടുത്തിട്ട് കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഈ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേരെന്ത്? മിസ്റ്റിസിസം ഒരു മുഖവുര എന്നാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ മിസ്റ്റിസിസം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പറയാൻ പറ്റാത്തതാണ്, ഒരു അതീന്ദ്രിയ ബോധം എന്നൊക്കെ എന്ന് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ ശരിയായ വാക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. മിസ്റ്റിസിസം എന്നാണ് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ അഡ്രസ്സ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറ്റേ അഭ്യത്തിലുള്ള അഡ്രസ്സ് കൊടുത്തു. വൈകുന്നേരം ഇയാൾ വരുന്നു. എന്നിട്ട് പറയും മാതൃഭൂമിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ. കാരണം ഞാൻ ആ മിസ്റ്റിസിസം അവിടുന്ന്
DTP സെൻ്ററിൽ നിന്ന് കുറച്ച് വായിച്ചു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് നാട്ടുകാരെ അറിയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ചെയ്തോളൂ, നിങ്ങളെ മാതിരി ഇങ്ങനെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കവർ സ്റ്റോറി ആയിട്ട് വന്നു, മിസ്റ്റിക് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് എൻ്റെ ഈ എന്താ പറയുക, ഈ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അവരാണ് എന്നെ പൊക്കി. അപ്പോൾ അതിൽ ഞാൻ സൂഫിസത്തിൻ്റെ ഹൃദയം എന്നൊക്കെ പറഞ്ഞിട്ട് ലേഖനം എഴുതി അയച്ചു. വേറൊരു കാര്യമായ ലേഖനം വന്നത് ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതിപ്പോൾ ലോകപ്രസിദ്ധമാണ്. ഒരു ജപ്പാൻകാരൻ എഴുതി. അയാളെ ഈ യാത്രയിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പോൾ വെള്ളത്തിന് സംസാരിക്കാൻ കഴിവുണ്ടെന്നാണ് ഇയാൾ തെളിയിക്കുന്നത്. മനോഹരമായ ബുക്കാണ്. ഇന്നലെ പോലും ഒരാൾ വിളിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്ത ഏറ്റവും നല്ല ഇത് ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതെന്താ ഇദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ, നമ്മളൊരു കുപ്പി വെള്ളം വെച്ചിട്ട് ഈ സോഫ്റ്റായിട്ടുള്ള മ്യൂസിക്കില്ലേ, ചാൻഡ്, പിന്നെ നല്ല ഭക്തിഗാനങ്ങൾ, അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള സിനിമാ പാട്ടുകളായാലും മതി. അപ്പോൾ താമസമെന്തയൊക്കെ അതിൽ നടക്കും. കാരണം സോഫ്റ്റ് റൊമാൻസ് അല്ലേ അത് തന്നെയല്ലേ ദൈവം. ഞാൻ താമസമെന്തേ എന്നുള്ളത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ താമസമെന്തേ എന്നുള്ളത് നമ്മളൊരു ഭക്തിഗാനാക്കിയാൽ അതും നടക്കും. കാരണം അത്ര പ്രണയമല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കൊടുത്തിട്ട് റെക്കോർഡ് വെച്ചിട്ട് ഈ വെള്ളം ക്രിസ്റ്റലാക്കുക. ആ പുസ്തകത്തിൽ ആ ക്രിസ്റ്റലിൻ്റെ ഫോട്ടോ ഉണ്ട്. ആ ക്രിസ്റ്റലാക്കുമ്പോൾ നല്ല മനോഹരമായ മഞ്ഞപ്പൂ, ചുവപ്പ് പൂ, ഇതൊക്കെ വരിക ക്രിസ്റ്റൽ. അതേസമയം ഇതേ വെള്ളം വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ജിമ്പക്ക ജിമ്പ പാട്ടില്ലേ, റോക്ക് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായിട്ടായിരുന്നു, കറുപ്പ് കളറ്. ഇത് അയാൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള വെള്ളം പിന്നെ എടുത്തിട്ട് ക്രിസ്റ്റലാക്കിയിട്ടുള്ള ഒരു ഇത് നടത്തുന്നുണ്ട് അയാൾ 10-25 വർഷമായിട്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു, ആ പുസ്തകം കണ്ടപ്പോൾ വിചാരിച്ചു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് കത്തെഴുതി, അവർ $200 കൊടുത്തു. അവരതെടുത്തിട്ട് കൈരളിക്ക് കൊടുത്തു, പബ്ലിഷ് ചെയ്തു. കുറേ ഇഷ്യൂ ആയി അത്, ജലത്തിന് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല മേഖലകളിലും പോകുന്നതുകൊണ്ട് ഒരടുപ്പല്ല എൻ്റെത്, നിരവധി അടുപ്പുകളിൽ ഇടുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാഗ്രഹം തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് കൂടുതൽ ഉള്ളിലേക്ക് എത്താൻ കഥകൾ വളരെയധികം ഉപയോഗപ്രദമാകാറുണ്ട്. നമ്മൾ ഈ സെൻ കഥയായിരുന്നാലും ധ്യാന കഥകൾ, അങ്ങനത്തെ കഥകളും സൂഫി കഥകളും ഇതെല്ലാം വളരെ പ്രയോജനകരമാണ് ഓരോ സാധകർക്കും, അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. അങ്ങയുടെ മനസ്സിൽ
പെട്ടെന്ന് ഓർമ്മ വരുന്ന സൂഫി കഥകൾ ഒന്ന് പറയാം. ഞാൻ ഇറാനിലെ സൂഫികളെ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ അവർ പേർഷ്യൻ ഭാഷയിലാണ് സംസാരിക്കുക. അതിൽ കുറച്ച് ആൾക്കാരെ ഇംഗ്ലീഷ് അറിയുന്ന ആളുള്ളൂ. അപ്പോൾ അവരൊക്കെ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു കഥ പറയും, അത് പ്രത്യേക ട്യൂണിലാണ് പറയുക. അപ്പോൾ മറ്റേ ആൾ കേട്ടിട്ട് കൈക്ക് ഇങ്ങനെ അടിക്കും, നേരെ അപ്രിസിയേഷൻ. അതൊരു ശീലമാണ് അവരുടെ. അത് കവാലിക്കാരും അങ്ങനെ ചെയ്യും. കവാലി കേൾക്കുന്ന ആൾ ഇങ്ങനെ കൈക്കടിച്ച് കഴിഞ്ഞാലിത്. അപ്പോൾ അങ്ങനെ കൈക്കടിച്ചൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് പറയും. പഴയ സൂഫി കഥകളാണെന്ന് പറയും. അപ്പോൾ ചിലരെ കണ്ണൊക്കെ നിറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞു തന്ന ഒരു ബ്രോക്കൺ ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നതൊക്കെ നോട്ട് ചെയ്ത് ഒരു 100 സൂഫി കഥകൾ നോട്ടൊന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ DC ബുക്സിന് വേണ്ടി 366 സൂഫി സൂക്തങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അവർ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 600 മറ്റം സെലക്ട് ചെയ്തിട്ട് അതിൽ 366. ഈ 366 എന്നുള്ളത് 365 എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോളണ്ടിലെ ഗുരുവിനോട് ചോദിച്ചിട്ട് ഞാനിങ്ങനെ എഴുതുന്നുണ്ട്, നിങ്ങൾ കുറച്ച് അനുഗ്രഹം വേണം, നിങ്ങൾ കുറച്ച് കോട്ട്സ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോടൊന്ന് 366 ആക്കണം, 5 പാടില്ല എന്നാണ്. അങ്ങനെ 366 ആക്കിയത്. അപ്പോൾ ഞാൻ ഒരു സൂക്തങ്ങൾ എഴുതുമ്പോൾ കുറേ കഥകൾ കൂടി വായിച്ചു പഠിച്ചു. അപ്പോൾ അതിൽ ഓർമ്മയുള്ളൊരു കഥ ക്ഷമയെ പറ്റിയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു സൂഫി ഗുരുവിനെ കാണാൻ വേണ്ടി ഒരാൾ അപ്പുറത്തെ മല അപ്പുറത്തുനിന്ന് വന്നു. അപ്പോൾ അയാൾ വഴിയിൽ പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്തണം എന്ന് വിചാരിച്ചിട്ട് കുടയുടെ ലാസ്റ്റ് ഒരു കൂർത്ത ഇതുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്നു, ഒരു വയൽവരമ്പിലെത്തി. അപ്പോൾ സൂഫി ഗുരുവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ വരൂ, അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഇയാൾ കുട കുത്തിയിട്ട് ഇയാളുടെ സൂഫിസത്തെക്കുറിച്ച് സംശയം ചോദിച്ചു. ഇയാൾ സുന്ദരമായിട്ട് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ തന്നെ തിരിച്ചു പോകണം, ആശ്രമത്തിലേക്ക് വരാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാളുടെ ഡൗട്ട് തീർത്തിട്ട് കുട വലിച്ചെടുത്തപ്പോൾ ഗുരു വീണു. നോക്കുമ്പോൾ ഈ കുട കുത്തിയത് അദ്ദേഹത്തിൻ്റെ കാലിലാണ്. അത് പറഞ്ഞു കൊടുക്കുന്നത് വരെ ആ വേദന സഹിച്ചിട്ട് വേദന ഉണ്ട് എന്ന് പറയാതെ ചെയ്ത ഒരു ക്ഷമയുടെ കഥയുണ്ട്. പിന്നെ വേറെ കുറേ കഥകൾ, 100 കഥകളുണ്ട്. അതിലെനിക്ക് ഇഷ്ടമായതാണ് ഈ ഒരു കഥ. ഒരു സൂഫി ഗുരു ശിഷ്യനും ഒരു മുറിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യനോട് ഗുരു പറഞ്ഞു, ആ പുസ്തകം ഒന്ന് ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഏത് പുസ്തകം, എവിടെ എന്ന് ചോദിച്ചു. നീ ഇരിക്കുന്നതിൻ്റെ മേലെയുള്ള തട്ടിൽ ആ പുസ്തകമുണ്ട്, അതിങ്ങെടുക്ക് എന്ന് പറഞ്ഞു. നീ എന്താ അത് ശ്രദ്ധിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഗുരുവിനെ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു, ബാക്കിയൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ മേലെ ഇദ്ദേഹത്തിൻ്റെ ബോധം ഉണ്ടെന്നർത്ഥം. പിന്നെ വേറൊന്ന്, ഒരു വയോധികനായ സൂഫി ഗുരു, ആ ഗുരുവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ശിഷ്യൻ. അപ്പോൾ അതിരാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് ഇയാൾ ധ്യാനത്തിനിരിക്കും. അതിനു മുമ്പേ ശിഷ്യൻ എഴുന്നേറ്റ് വെള്ളം ചൂടാക്കും. അപ്പോൾ ഒരു തണുപ്പുള്ള, ഇറാനിലെ മറ്റാണ്, തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഗുരുവും ശിഷ്യനും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അയാളൊന്ന് ഉറങ്ങിപ്പോയപ്പോൾ ഗുരു അയാളെ ശല്യപ്പെടുത്താതെ, ഉറങ്ങട്ടെ എന്ന് വെച്ചാൽ ശല്യപ്പെടുത്താതെ പുറത്തിറങ്ങി കൂജയിൽ നിന്നിങ്ങനെ വെള്ളം എടുക്കുമ്പോൾ ശബ്ദം കേട്ട് ശിഷ്യൻ ഉണർന്നു. അപ്പോൾ ശിഷ്യൻ ഗുരുവിന് ഈ പാത്രത്തിലുള്ള വെള്ളം കൊടുക്കുകയായിരുന്നു. വെള്ളം ഇങ്ങനെ പിടിച്ചു നിന്നു. അപ്പോൾ ഗുരു ഈ ജുബയുടെ ഇതൊക്കെ ഇങ്ങനെയാക്കി നിൽക്കുന്നവരെ ഇങ്ങനെ പിടിച്ചു നിന്നു. എന്നിട്ട് ശരിയായപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാതെ ഇതെങ്ങനെ ചൂടായി, വെള്ളം ഇങ്ങനെ ചൂടായി? അപ്പോൾ ഗുരു, ഞാനത് നെഞ്ചിനോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു, എൻ്റെ തെറ്റ്, ഞാൻ എഴുന്നേക്കാൻ താമസിച്ചത്, മാപ്പ് പറയുകയായിരുന്നു നെഞ്ചിനോട് അടുപ്പിച്ചിട്ട്, നെഞ്ചിലെ ചൂടുകൊണ്ടായിരിക്കാം ആ വെള്ളം ചൂടായത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ഇത് ചെയ്യും. അത് ഒരു 100 ദിവസം പ്രാർത്ഥിക്കുന്നതിലും ഇമാതിരി ഒരു കഥ വിചാരിച്ചിട്ട് മെഡിറ്റേറ്റ് അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കതിൻ്റെ ശ്രമം കിട്ടും.
അപ്പോൾ ഈ സൂഫിസത്തിലേക്ക് ആകൃഷ്ടനായി സൂഫിസത്തെക്കുറിച്ച് എഴുതുകയും കുറേ സൂഫി ഗുരുക്കന്മാരെ കാണുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഗുണം എന്താ ഉണ്ടായതെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പം ഏത് മതത്തിലെ കോറിനെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും അതിൻ്റെ എസൻസിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും കൂടി. അത് തന്നത് സൂഫീസാണ് ഇത് പൊട്ടിച്ചത്. ആ ഒരു സ്വാതന്ത്ര്യം കിട്ടി, നല്ല സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ എന്നെ ആരെങ്കിലും, എനിക്ക് കൂടുതൽ സ്നേഹിതന്മാരുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ വായനക്കാരുണ്ടോ, കൂടുതൽ പ്രസിദ്ധനാണോ, ഇതിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാനങ്ങാതിരിക്കുക. ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നോവല് ജിന്നും സൂഫിയും എന്നതാണ്. ജിന്നും സൂഫിയും. ഈ ജിന്നിനെ കുറിച്ച് എനിക്ക് അധികമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ചെറുപ്പത്തിൽ കേട്ട കഥകളേ ഉള്ളൂ ജിന്നിനെ കുറിച്ച്. പക്ഷേ അത് മനസ്സിൽ വന്നപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഫ്ലോ ആണ്. കാരണം ജിന്ന് എന്ന് പറയുന്നൊരു രൂപം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ദൈവത്തെ പോലെ തന്നെ അറിഞ്ഞൂടാ. നമുക്ക് ഈ അറിഞ്ഞുകൂടായ്മയിൽ എന്തും നമുക്ക് ആരോപിക്കാം, എന്തും ചാർത്താം. അപ്പോൾ അങ്ങനെയാണ് ഈ ശിലകളിലൊക്കെ മനുഷ്യൻ വിശ്വസിക്കുന്നതും. ഒരു വെറും കല്ലായിരുന്നൊരു സാധനം രൂപമായി മാറി മനുഷ്യൻ്റെ സ്നേഹം കൊണ്ടാണത് വലിപ്പം വെക്കുന്നത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിരുന്നു, ദൈവത്തിന് ഇത്രയും പ്രശസ്തി വന്നത് ഒരു 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 കാര്യവും നമുക്ക് വേണ്ടാതെ ഒരു ഭക്തൻ കൊടുക്കുന്ന സ്നേഹം കൊണ്ടാണ് ദൈവത്തിന് പിന്നെ ഇത്ര ശക്തി വന്നതെന്ന്. പിന്നെ കുറേ ആൾക്കാർ എതിർത്തിട്ടുണ്ട്, ദൈവം അങ്ങനെയല്ല ഇങ്ങനെയല്ല, ദൈവം ശക്തവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ദൈവം രൂപത്തിലായാലും അരൂപത്തിലായാലും, ഈ അരൂപത്തിൽ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഒരു പ്രശ്നമുണ്ട്, തുറന്നു പറയാം. അരൂപത്തിൽ ഉള്ള ഒരു സാധനത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഞാനൊരു ഫോറിനർ അടക്കം പ്രസിദ്ധരായ എഴുത്തുകാരടക്കമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ അരൂപിയായ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു സങ്കല്പം വരാറില്ലേ? കാരണം മനുഷ്യൻ അതാണ്. അതേസമയം ഒരു കൃഷ്ണരൂപം കാണുകയാണെങ്കിൽ അവന് അരൂപി എന്നുള്ളതിൽ നിന്ന് രൂപത്തിലേക്ക് പോയിട്ട് അതിനെ പിന്നെ അർപ്പിക്കാൻ പറ്റുമല്ല. അപ്പം മുഴുവൻ ആൾക്കാരും പറഞ്ഞത്, ഇപ്പോൾ NP മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ സാഹിത്യകാരുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ വെള്ളക്കുതിരപ്പുറത്തിങ്ങനെ പോകുന്ന ഒരാൾ ഞാൻ കാണാറുണ്ട്. പിന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞത്, ലീഗിൻ്റെ നേതാവ് മറ്റേ ബാഫയ്ക്ക് തങ്ങളില്ല താടിയൊക്കെ വെച്ചിട്ട്, അയാളെ കാണാറ് ദൈവത്തിന് വിചാരിക്കുമ്പോൾ. ഒരു രക്ഷയില്ല, നമുക്ക് അരൂപമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അരൂപം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും രൂപത്തിലുള്ളിൽ രൂപം വരുമ്പോൾ, ഏതെങ്കിലും ഒരു രൂപം വരുമ്പം അതിനോടാണ് സ്നേഹം തോന്നുക, പിന്നെ പ്രാർത്ഥിക്കുക. അപ്പം ഇങ്ങനൊരു തുറന്ന മനസ്സോടുകൂടി പറയുമ്പോൾ ദൈവത്തിന് അതിൻ്റേതായ സംശുദ്ധിയും നമുക്കൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. ഇത് ലിമിറ്റഡായിട്ട് ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ലിമിറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ പോലെ ചുരുക്കുകയാണ്. ഇന്നലെ തന്നെ ഇവിടെ ഇരുന്ന് 3 ആൾക്കാർ വന്നിരുന്നു, എൻ്റെ ബ്രദർ അടക്കമുള്ള ആൾക്കാർ. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ ബാങ്ക് വിളി വന്നു. അപ്പോൾ അതിൽ 2 ആൾ പറഞ്ഞു, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അവരെന്താ ഇത്ര പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവർ ഇല്ല, നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിങ്ങനെ ആ കാലത്ത് ഈ 5 നേരമായിട്ട് വിഭജിച്ചത് മനുഷ്യനിങ്ങനെ തോന്നിയ പോലെ നടക്കുമ്പോൾ അവനെ കൺട്രോൾ ചെയ്യാനായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഗുരുക്കന്മാരിൽ ദൈവത്തെ കാണുക. അത് ഇനായത്ത് ഖാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം കല്ലിൽ ഉറങ്ങി, വൃക്ഷത്തിൽ സ്വപ്നം കണ്ടു, മൃഗത്തിൽ ഉണർന്നു, മനുഷ്യനിൽ സാക്ഷാത്കാരം നേടി. അപ്പോൾ അത് ബോധത്തിൻ്റെ 4 അവസ്ഥകളാണ്. ദൈവം കല്ലിൽ ഉറങ്ങി. കല്ല് ഇളകാത്തതാണല്ലോ, ഇളകൂലല്ലോ കല്ല്. അപ്പോൾ ആ കല്ലിൽ ദൈവം ഉറങ്ങിയിട്ട് അപ്പോൾ അതൊന്ന് സ്ഥിരമായി. അതിൽ നിന്ന് ചലിക്കുമ്പോൾ പിന്നെ വൃക്ഷം ചലിക്കില്ല, പക്ഷേ വൃക്ഷത്തിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും. അങ്ങേ അറ്റത്തുള്ള തളിരിൽ വരെ വെള്ളം എത്തിക്കാൻ പറ്റും മോട്ടറില്ലാതെ. അപ്പോൾ അത് വേറൊരവസ്ഥ, പക്ഷേ അതിലേക്ക് നീങ്ങാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത അവസ്ഥ നമ്മളെ മൃഗത്തിന് ചലിക്കാൻ പറ്റും, പക്ഷേ അതിന് ചിന്തിക്കാൻ പറ്റില്ല, ധ്യാനിക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം മനുഷ്യൻ, പിന്നെ മഹാമനുഷ്യൻ, ദൈവം എന്നാണ് അദ്ദേഹം ഇങ്ങനൊരു എവല്യൂഷനെ പറ്റിയിട്ട്, മനുഷ്യൻ്റെ ബോധത്തിൻ്റെ എവല്യൂഷനെ പറ്റി പറയുന്നത്. അതെനിക്കിഷ്ടമായി.
പിന്നെ അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മളല്ലാതെ ഒരു സൃഷ്ടിയുണ്ട്, അദ്ദേഹമാണ് മേലെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ആ മേലെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു രൂപം വന്നില്ലേ, ഒരു രൂപം വരും, അവരുടെ ഭാവനക്കനുസരിച്ചുള്ള രൂപം വരും. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം പറയാനുള്ളത്, ഞാൻ പണ്ട് ആദ്യ കടലയിലുള്ളപ്പോൾ ഉമ്മാച്ചു എന്ന് പറഞ്ഞിട്ട് ഉറൂബിൻ്റെ ഒരു നോവൽ വായിച്ചിരുന്നു. ആ നോവലിലുള്ള കഥാപാത്രത്തെ അവിടെ ഇങ്ങനെ ഉമ്മാച്ചിയെ പോലെ തന്നെ മരത്തിൻ്റെ മേലെ കയറുകയും കുറേ ആൾ തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉമ്മാച്ചി വായിക്കുമ്പോൾ അവരാണ് എൻ്റെ സങ്കല്പത്തിൽ. രണ്ടാമത് അരനാഴിക നേരം എന്നുള്ള പാറപ്പുറത്തിൻ്റെ ഇത് വായിക്കുമ്പോൾ കുഞ്ഞോനാച്ചൻ അവിടെ കടലയിൽ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പരദൂഷണം പറയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ സങ്കല്പിച്ചത്. പക്ഷേ ഉമ്മാച്ചു സിനിമയാക്കിയപ്പം എൻ്റെ ആ സങ്കല്പം പോയി, ഷീലയായി ഉമ്മാച്ചു. ഇപ്പം ഉമ്മാച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ഷീലയായി വരുന്നു, കുഞ്ഞനാച്ചൻ എന്ന് ചിന്തിക്കുമ്പോൾ കൊട്ടാരക്കര ശ്രീധരനാരാണ് വരുന്നു. അപ്പോൾ നമ്മളതിനെ ലിമിറ്റ് ചെയ്തിട്ട് ഒരു രൂപത്തിലേക്ക് എത്തിക്കുമ്പോൾ ചിന്തിക്കാൻ സുഖമുണ്ട്, പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. നമ്മളെപ്പോലെ ഇപ്പം ഞാൻ ഉമ്മാച്ചു ചിന്തിക്കുന്നതല്ല നിങ്ങൾ ഉമ്മാച്ചു വായിക്കുമ്പോൾ ചിന്തിക്കുക, നിങ്ങളുടേതായ ഒരു സങ്കല്പത്തിൽ വരും. അപ്പോൾ ഇങ്ങനെ സങ്കല്പത്തിലൊരു രൂപമില്ലാതെ ഒരു അരൂപിയായ ദൈവത്തെ കിട്ടാൻ വളരെ പ്രയാസമുണ്ട്. ഈ മുസ്ലിമായി ജനിക്കുന്ന ഒരു കുട്ടി അരൂപിയായ ഒരു ദൈവത്തെ ചിന്തിക്കാൻ അവന് പറ്റില്ല. അവൻ ബോധപരമായി ഉയർന്ന് ഇതിലൊന്നുമില്ല, രൂപങ്ങളിലൊന്നുമില്ല, ആ രൂപത്തിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് നടക്കുകയാണെങ്കിൽ ഇസ്ലാം ഈസ് എ ബ്യൂട്ടിഫുൾ റിലീജിയൻ. പക്ഷേ അള്ളാഹു ഉണ്ട്, അള്ളാഹു ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? നീ കണ്ടില്ലേ പിന്നെ എന്താണ് ഇസ്രായേൽ ജനതയെ ഞാൻ മുക്കിക്കൊന്നെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭീകരനായ ദൈവമല്ലേ വരുന്നത്? അത് പാടില്ലല്ലോ. ദൈവം സ്നേഹം ആയിരിക്കണ്ടേ? അത് മാത്രമല്ല നമ്മൾ കണ്ടെത്തണ്ടേ. മറ്റൊരു ഫോഴ്സ് വന്നിട്ട് ഇതാണ് ദൈവം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദൈവത്തെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ വിമർശനം ഇങ്ങനെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ആൾ എന്നെപ്പോലെ ചിന്തിക്കുന്നുണ്ട്, എത്ര ആൾ വിമർശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു പോകാതെ നിവൃത്തിയില്ല. നമ്മൾ കള്ളത്തരം കാണിക്കരുതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം നീങ്ങുന്നത്. ബുദ്ധമാനസം നല്ലൊരു പുസ്തകമാണ്. പിന്നെ ജിന്നും സൂഫിയും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിത്തീരുന്നവരെ പിന്നെ ജീവിതം നിലനിൽക്കണമെന്നാണ് പ്രാർത്ഥിക്കാറില്ല, നിലനിൽക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ പ്രാർത്ഥനയിൽ വിശ്വസിക്കായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വാസം ഇല്ല. കാരണം എന്താ അറിയോ? ഞാനിപ്പോൾ ഒരു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. എനിക്ക് പോകേണ്ടത് കോഴിക്കോടാണ്, തെക്കോട്ട്. ഒരു വണ്ടി വരുന്നു, വണ്ടി അവിടെ നിൽക്കുന്നു, ഞാൻ അതിൽ കയറുന്നു. വണ്ടി പുറപ്പെട്ടപ്പോഴാണ് മനസ്സിലാകുന്നു അത് വടക്കോട്ടാണ് പോകുന്നത്, കാസർഗോഡേക്കാണ് പോകുന്നത്. അതിൻ്റെ അകത്തിരുന്നിട്ട് ഞാൻ എന്നെ കോഴിക്കോടേക്ക് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇതൊക്കെ വിശ്വാസമാണ്. എൻ്റെ ഉമ്മയും പെങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അവരൊന്നും അവർക്ക് വിചാരിച്ച പോലെ ജീവിക്കാനോ മരിക്കാനോ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് നമ്മൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹൃദയത്തിലൊരു വെളിച്ചം വെക്കുക, അല്ലെങ്കിൽ വെളിച്ചം കിട്ടാൻ ശ്രമിക്കുക. അത് പെട്ടെന്ന് കിട്ടും. കാരണം ഇതിനെല്ലാം മാറി നിന്നിട്ട് നമ്മളിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്നൊരു വെളിച്ചമുണ്ട്. റൂമി പറഞ്ഞ പോലെ ഹൃദയത്തിനകത്തൊരു ഹൃദയമുണ്ട്, അതിനകത്ത് വേറൊന്നും. ഈ വേറൊന്നാണ് നമ്മളിലുള്ള ദൈവം. നിങ്ങളുടെ ദൈവമായിരിക്കില്ല എൻ്റെ ദൈവം. കാരണം നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ചിന്താഗതിക്കാരും ഡിഫറൻ്റ് ആയിട്ടുള്ള ബോധമുള്ളവരുമാണ്. അപ്പോൾ അവരവർക്ക് തോന്നുന്ന ഒരു സൂഫി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒന്നും ഉണ്ടാക്കുമെന്ന്. അതാണ് ശരി. നമ്മുടെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളുടെ ബോധത്തിൽ കിട്ടുന്ന ആ വെളിച്ചത്തിനെ തുടർന്നു കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും.
സൂഫിസത്തിൻ്റെ അടിസ്ഥാനം തന്നെ പ്രണയമാണ്. അതെ. അപ്പം ഈ സൂഫിസവും ഈ പ്രണയവും എന്തായിരിക്കും അത് തമ്മിൽ ചേർന്നിരിക്കാനുണ്ടാവുന്നൊരു കാരണം, അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതലൊന്ന് പറയാം. അതായത് പിന്നെ ഞാൻ പ്രണയത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പേന രണ്ടായി പിളരുകയും കടലാസ് പാറിപ്പോവുകയും ചെയ്തു എന്ന് റൂമി പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രകടിപ്പിക്കാനും പറയാനും പറ്റാത്തൊരു അവസ്ഥയാണ് പ്രണയം എന്ന് പറയുക. ഈ പ്രണയത്തിൻ്റെ ഒരു മനുഷ്യൻ പ്രണയിക്കാതെ ഈ ഭൂമി വിട്ടുപോവുകയാണെങ്കിൽ അയാൾ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുക. പക്ഷേ ഈ പ്രണയത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അത് ഉറുദുവിൽ പറഞ്ഞാൽ പ്യാർ എന്ന് പറയും. പ്യാർ എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഉള്ള സ്ഥിരമാവാത്തൊരു പ്രണയം പ്യാർ. മൊഹബത്ത് എന്ന് പറഞ്ഞാൽ വിവാഹത്തിലൊക്കെ എത്താവുന്ന ഒരു പ്രണയം. അതിൻ്റെ അപ്പുറത്ത് ഇഷ്ക് എന്ന് പറയും. ഇഷ്ക് എന്ന് പറഞ്ഞാൽ അലൗകിക പ്രണയം എന്നാണ് മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ അലൗകിക പ്രണയം സംഭവിച്ചാൽ പിന്നെ നമുക്ക് വിശപ്പില്ല. പിന്നെ നമ്മൾ ചുറ്റുപാടും കേൾക്കുന്നതൊക്കെ പ്രണയ സംബന്ധിയായ പാട്ടുകളും അതിൻ്റേതായ ചർച്ചകളും ഒക്കെ ആയിരിക്കും. ഇതിന് നമ്മൾ ഇൻഡ്യൂഷൻ എന്ന് പറയും, സഹജാവബോധം. ഈ സഹജാവബോധത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന്, അല്ലെങ്കിൽ സഹജാവബോധം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബസ്സിലിരുന്നിട്ട് യാത്ര ചെയ്യുന്നു. ബസ് പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത്, ഒരു ചായക്കടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിനു മുമ്പ് ചിന്തിച്ചു താമസം എന്തേ വരുവാണെന്നുള്ളൊരു പാട്ട് എന്ത് മനോഹരം, യേശുദാസ് പാടി, ബാബുരാജ് സംഗീതം എഴുതി, പി ഭാസ്കരൻ മാഷ എഴുതി, എന്ത് മനോഹരം നമ്മളിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ബസ്സിലിരുന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടുത്തെ റേഡിയോയിൽ താമസം എന്തേ പാടുന്നുണ്ടാവും. അപ്പം നമ്മൾ ചിന്തിച്ചത് ചിലപ്പോഴെങ്കിലും എല്ലാ മനുഷ്യന്മാർക്കും സംഭവിക്കാറുണ്ടാവും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെ അടുത്ത് ഇരുന്നിട്ട് വേറെന്തൊക്കെയോ ആലോചിക്കുകയോ പത്രം വായിക്കുകയോ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ന്യൂസിലാണ് മറ്റും കണ്ടിട്ട് നമ്മൾ പഴയ ഒരു സുഹൃത്തിനെ പറ്റി ആലോചിക്കുന്നു. 25 വർഷമായിട്ട് കാണാറില്ല, സംസാരിക്കാറില്ല. അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നു, ഫോൺ എടുത്ത് നോക്കുമ്പോൾ അയാൾ. അപ്പോൾ ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു സഹജാവബോധത്തിൻ്റെ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രണയവും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ പ്യാർ എന്ന് പറഞ്ഞതും മുഹബത്ത് എന്ന് പറയുന്നതും അതിൻ്റെ അപ്പുറത്തെ ഇഷ്ക് എന്ന് പറയുന്നുള്ള അവസ്ഥയിൽ എത്തിയ ഒരാൾക്ക് മറ്റൊരാളുടെ പ്രണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു പ്രണയ സൂക്തത്തെക്കുറിച്ചോ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സൂഫികൾ മുഴുവനും ഇഷ്കിലാണുള്ളത്. അവർക്ക് വേറൊന്നും വേണ്ട. അവർ കെട്ടിപ്പിടിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന നെഞ്ചിലെ ചൂടാണ്. മറ്റേ ആ സൂഫി കഥ പറഞ്ഞ പോലെ നെഞ്ചിലെ ചൂടിൽ വെള്ളം തിളക്കുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാവുന്നതോ അല്ല. പക്ഷെ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ, സ്നേഹത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയുള്ള ചൂടറിയണം. അപ്പോൾ അവർ ഈ ചൂടറിയുന്നത് കൊണ്ട് അവർ സ്നേഹത്തിൻ്റെ ചൂട് കാര്യമായി മനസ്സിലാക്കുന്നു. അത് അങ്ങോട്ട് പകർന്നു കൊടുക്കുന്നു. ശരിക്കും ഉള്ളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സാധകൻ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അത് ഈ സൂഫിസത്തിൻ്റെ ബ്യൂട്ടിയാണ്. സൂഫിസം എന്ന് പറയുന്ന ആ മഹത്തായ ഒരു സമുദ്രത്തിൻ്റെ ആ ഒരു ഭാവം തന്നെയാണ്. ധ്യാനാത്മകമായിട്ടുള്ളൊരു ഭാവം, പ്രേമം. ആ പ്രേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് സൂഫി ഗുരുക്കന്മാർ ഓരോ നിമിഷവും ജീവിച്ച്
കാണിച്ചു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പകർന്നു നൽകിയിട്ടുള്ളത്. ഇടയ്ക്ക് ആ കഥയിൽ സൂചിപ്പിച്ച പോലെ ആ ഹൃദയത്തിലെ ആ ചൂട് കൊണ്ട് ഗുരുവിന് കുടിക്കാനുള്ള ആ ഒരു വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ ചൂടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഭാവം ഒരു സാധകൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ് ഒരു സൂഫിസം അല്ലെങ്കിൽ ഈ ഒരു ആധ്യാത്മികതയുടെ ഒരു ലക്ഷ്യം തന്നെ. അത് നമുക്ക് ആവോളം ഷാഹിൻ സാഹിറുമായിട്ട് സംസാരിച്ചതിൽ നിന്നും അനുഭവിക്കാൻ സാധിച്ചു. അങ്ങയുടെ ഓരോ രചനകളും ഊന്നൽ കൊടുക്കുന്നത് സൂഫിസത്തിൻ്റെ ആ ഒരു പ്രേമഭാവത്തിന് വേണ്ടി തന്നെയാണ്. അത് സാധകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത്രയും നേരം അങ്ങയുടെ ഈ സമയത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വേണ്ടി നൽകിയതിന് കോടി കോടി പ്രണാമങ്ങൾ. നമ്മൾ ഓരോ സാധകരും മീറ്റ് മീ ധ്യാന കേന്ദ്രവും ഇത് വീക്ഷിക്കുന്ന ഓരോ സാധകരും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി. എനിക്ക് ഒരു കാര്യം അവസാനമായി പറയാനുള്ളൂ. എല്ലാവരും സ്നേഹിക്കുക. എന്നിട്ട് നമ്മളൊന്നും ഇങ്ങോട്ട് വാങ്ങാതിരിക്കുക, അങ്ങോട്ട് കൊടുക്കുക. അത് ലേഖനമായാലും പുസ്തകമായാലും എന്തായാലും ഒരു ചിരിയായാലും അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങിക്കാതിരിക്കുക. പറ്റുമെന്നുള്ള അറിയില്ല, പക്ഷെ ഞാനങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. വളരെ നന്ദി, നമസ്കാരം. Thank you.